ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതാണ് ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളിപ്പോൾ ടിബറ്റിലാണ്. ഇതേ ഈ കാണുന്ന ഇവിടെയായിരുന്നു നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തേ. ഗൈസ് എല്ലാവരും എത്തി, ഗ്രൂപ്പ് എല്ലാം റെഡിയായി. ഗൈഡ് എല്ലാവരും പോയിട്ട് എല്ലാം പ്ലാൻ തിരിച്ചു. അവരെല്ലാം ഹോട്ടലിൽ പോയി കിടന്നു, ഞങ്ങൾ മാത്രം വണ്ടി പോയി കിടന്നു. ഈ പറഞ്ഞ പോലെ എല്ലാവരും വണ്ടിയെ കിടക്കാന്നുള്ള പ്ലാനായിരുന്നു. ലാസ്റ്റ് ഞങ്ങളും സായിപ്പും മാത്രമായി പോയി വണ്ടിയിൽ. ബാക്കി എല്ലാവരും എവിടെ പോയി, അതായത് ഹോട്ടലിൽ പോയി കിടന്നു. ഞങ്ങളും സായിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വണ്ടിയിൽ. ഈ പുള്ളിക്കാരനാണ് വെച്ചേ. ഗൈസ് ഞങ്ങളുടെ എല്ലാവരുടെയും വണ്ടി ഈ കാണുന്ന ഈ ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ ഇവിടുന്ന് ഓണാക്കിയിട്ടോ, കാരണം രാവിലെ വണ്ടി ഓണാക്കിയിട്ടില്ലെങ്കിൽ കറക്റ്റ് പെർഫോമൻസ് കിട്ടില്ല. ഇപ്പോൾ ഏതാനും നിമിഷങ്ങളിൽ ഗ്രൂപ്പുകളെല്ലാം ഇറങ്ങി തുടങ്ങും. നമ്മുടെ ഗൈഡ് ഇവിടെ ഉണ്ട്. ഇവിടുന്നുണ്ടല്ലോ എങ്ങോട്ട് പോകണമെങ്കിലും നമുക്ക് പെർമിറ്റ് വേണം. നമ്മുടെ പാസ്പോർട്ട് എപ്പോഴും പുള്ളിയുടെ കയ്യിലായിരിക്കും. ഇന്ന് നമ്മൾ പോകുന്ന 275 കിലോമീറ്റർ ദൈർഘ്യമുള്ള യാത്രയാണ്. സ്ഥലത്തിൻ്റെ പേര് ഞാനിപ്പം കറക്റ്റ് പറയാം. ആജ് കിത്ര ജായക? ओल्ड डिंगरी ओल्ड डिंगरी यहाँ से 270 किलोमीटर है. 270 है ना? 270 किलोमीटर है. 8 घंटा लगेगा. 4300 मीटर हाइट है. अच्छा, 4300 मीटर हाइट. ഗൈസ് നോക്കൂ, 4300 ഹൈറ്റുള്ള സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അതായത് ഇന്ന് ടുഡേ ഈസ് ഹിമാലയം റേഞ്ച്. ഗൈസ് നോക്കൂ, ഹിമാലയൻ റേഞ്ച് ഒരു സംഭവം കാണുന്നൊരു സംഭവമാണ് നമ്മളിന്ന് പോകുന്നത്. എന്തായാലും പുള്ളിക്കാരൻ വണ്ടി കയറുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം. എന്തിനും ഇവിടുന്ന് പാസ്പോർട്ട് കൊടുത്ത് പെർമിറ്റ് എടുത്താൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ലിബി അതേ സമയത്ത് ലിബി വെള്ളവും ഇട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വൈപ്പർ അടിക്കട്ടെ കേട്ടോ. യാ ഗൈസ്, ഇത് വൈപ്പർ ഓണാക്കിയാൽ പരിപാടി കഴിഞ്ഞു. ലിബിൻ വണ്ടീനെ വെഞ്ചിരിക്കുക കേട്ടോ, അല്ല തീരില്ല. ഇനി പോകുന്ന വഴിക്ക് അവിടെ നിന്ന് മേടിച്ച് മേടിക്കടാ ഗൈസ്. വണ്ടിയിലേക്ക് വെള്ളം മേടിക്കണം, പിന്നെ അതേപോലെ തന്നെ ഒരു ഗുഡ് VPN മേടിക്കണം. അതുപോലത്തെ കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ട്, അതെല്ലാം ചെയ്തെടുക്കണം. വണ്ടി ഒന്ന് വാഷ് ചെയ്യണം. വണ്ടിയുടെ അവസ്ഥ വളരെ പരിതാപകരം കേട്ടോ. അതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഈ ഒരു ഹുണ്ടായുടെ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് വണ്ടി ഇറക്കാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് പോകും. പക്ഷെ അത് ഇറക്കണം, അത് ഇറക്കി കഴിഞ്ഞാൽ പോകാൻ പറ്റില്ല ഗൈസ്. ഈ ഗ്രൂപ്പ് ആയതുകൊണ്ട് രാവിലെ എണീക്കണം, കുറേ ഇതുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം ഗ്രൂപ്പ് ആയതുകൊണ്ട്. ഗൈസ് ഗ്രൂപ്പ് ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം കേട്ടോ, കാരണം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, ഫൈറ്റിംഗ് ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഒരു അകലം പാലിച്ച് നല്ല ശ്രദ്ധാപൂർവ്വമാണ് കാര്യങ്ങൾ. ഇതിനെക്കാർക്ക് ഭയങ്കര അത്ഭുതം കേട്ടോ നമ്മുടെ വണ്ടി. ഓക്കെ, താങ്ക് യു ഗൈസ്. ഇതിലുള്ള എല്ലാവരും ഞങ്ങളുടെ വണ്ടി ഇങ്ങനെ നോക്കും. എക്സലന്റ് ഗൈസ്. യാ 1 second. ഗൈസ് നോക്കൂ, ഇവർക്ക് ഞങ്ങളുടെ വണ്ടി ക്രൈസ് ആട്ടോ ഭയങ്കര. ഫൈനലി അങ്ങനെ ഞങ്ങളുടെ വണ്ടിയും കൂടി എടുക്കാനുള്ള പരിപാടി കേട്ടോ. നമുക്ക് നേരെ ഇങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പം നേരെ ഇവനെ എടുത്തോണ്ട് വാ വരട്ടെ. ഗൈസ് ഞങ്ങളുടെ വണ്ടി ഈ എണ്ണ പോലും കട്ട പിടിക്കുന്ന കാരണം ഞങ്ങൾ രാവിലെ ഒരു അരമണിക്കൂർ സ്റ്റാർട്ടാക്കിയിട്ട് വണ്ടി അടിച്ചു വാ. മതി, നേരെ അടിച്ചോ. ഗൈസ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഫ്രണ്ടിൽ കൊണ്ട് ഞങ്ങളുടെ വണ്ടി വെക്കണം. ഞങ്ങളാണ് നാഥൻ, അതായത് ഞങ്ങളുടെ ഏജൻറ്റും ആണ് നാഥൻ. ബാക്കി ആർക്കും വഴി അറിയത്തില്ല. ഇവിടുത്തെ ഗൂഗിൾ മാപ്പ് അങ്ങനത്തെ സാധനങ്ങളൊന്നും വർക്ക് ചെയ്യില്ല. പുള്ളിക്കാരൻ എന്തോ സാധനം പോയെന്ന്. എന്താണോ അത്? മറ്റേ അതുണ്ടാ പോലീസുകാരുണ്ട്. ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ വന്നാക്കുന്ന രാവിലെ തന്നെ നോക്കൂ. അതായത് നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. അതായത് ഇന്നലെ നമ്മൾ ചൈനയിൽ എൻട്രി ചെയ്തു. ഇന്ന് നമ്മുടെ 2ാമത്തെ ദിവസമാണ്. നമ്മളങ്ങനെ 2ാമത്തെ ദിവസത്തെ റൈഡ് തുടങ്ങുകയാണ്. നമ്മുടെ ഈ പാസ്പോർട്ടോ വിസയോ ഒരു സാധനവും നമ്മുടെ ഇല്ല, എല്ലാം നമ്മുടെ ഗൈഡിൻ്റെ കയ്യിലാണ്. ഗൈഡ് എന്ത് ഗൈഡ് ചെയ്യുന്നു അതിനനുസരിച്ചാണ് നമുക്ക് യാത്ര ചെയ്യാൻ. ഇന്നലെ രാത്രി ഞങ്ങളോട് വന്ന് പറഞ്ഞു, അതായത് -5 ആണ് ഇന്ന് പോകുന്ന സ്ഥലം, നിങ്ങൾക്ക് ഹോട്ടൽ വേണമെന്ന് ചോദിച്ചു. ഞങ്ങൾ ഹോട്ടൽ വേണ്ടെന്ന് പറഞ്ഞു. ചെറിയൊരു ആൾട്ടിറ്റ്യൂഡിൻ്റെ സിക്നസിൻ്റെ പ്രശ്നമുണ്ട്. ആ കാണുന്ന ബയ്യ ഡാഷ് ക്യാം ഒന്ന് ശരിയാക്കി കൊടുക്കണം. അത് ശരിയാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം കേട്ടോ. ബൈക്കർ ഇറങ്ങി, ഫോർച്യൂണർ ഇവിടെ എത്തി, പിന്നെ ജർമ്മനിക്കായി ഇവിടെ ഉണ്ട്, പിന്നെ അതേപോലെ ഞങ്ങളുടെ വണ്ടി ഇവിടെ ഉണ്ട്, ഫ്രണ്ടിൽ രാജേഷ് ഭായി ഉണ്ട്. ഈ കാണുന്ന ഇവിടുത്തെ പോലീസിൻ്റെ വണ്ടി കേട്ടോ. ലാൻഡ് ക്രൂസർ പ്രാഡൊക്കെയാണ് ഏറ്റവും കൂടുതൽ. ലെക്സസ്. ബൈ ടാറ്റാ ഗൈസ്. നോക്കൂ, ഫൈനലി ഞങ്ങൾ അങ്ങനെ ഇന്നത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ഈ കാണുന്ന വഴി കൂടിയാണ് നമ്മൾ പോകുന്നത്. ഗൈസ് നോക്കൂ, ഞങ്ങളുണ്ടല്ലോ ആദ്യം പോകുന്ന ഒരു പെട്രോൾ പമ്പിലേക്കാണ് എണ്ണ അടിക്കുന്നത്. എപ്പോഴും ഇവിടെ ഈ ലിപ് ബാം തൂത്തോണ്ടേ ഇരിക്കണം കേട്ടോ, കാരണം ഭയങ്കരമായിട്ട്
നമ്മുടെ ചുണ്ട് ഡ്രൈ ആവുന്നുണ്ടല്ലേ ലിപിയെ? ഗൈസ് കൂടുതലുള്ള ഇച്ചിരി സ്ലോ ആണ്. അന്നിപ്പോ എന്നാന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഇവിടെ ഭാഷയിൽ ബേക്കിൽ ഒരു ഏജന്റ് ഉണ്ട്. അവൻ 2 ഏജന്റുമാർ വെച്ചിട്ടാണ് ഗൈഡ്. വിസിബിലിറ്റി ഭയങ്കര കുറവാണ്, കാരണം എല്ലായിടത്തും ഭയങ്കര ഫോഗിയാ. മനസ്സിലായോ? അവസാനം നമ്മളൊരു പെട്രോൾ പമ്പിൽ എത്തിയല്ലേ ഇവനെ? ഇതാണ് ആ പെട്രോൾ പമ്പ്. അതായത് പെട്രോൾ പമ്പ് 2 രീതിയുണ്ട് കേട്ടോ, കൊമേഴ്ഷ്യലും ഉണ്ട് പ്രൈവറ്റും ഉണ്ട്. നമുക്ക് കൊമേഴ്ഷ്യൽ കയറിയാണ് അടിക്കേണ്ടത്. അതായത് വ്യക്തികളിൽ നടക്കുന്നുണ്ട്, കമ്പനി നടത്തുന്നുണ്ട് അല്ലേ? നമ്മുടെ ഏത് പൊസിഷനാണ്? ഡീസൽ is the 20 or I think 0 is enough. 0. Yeah. Normal diesel. Normal diesel is a 0. 0. And a minus 20 is you know off very vehicle. yeah. അങ്ങനെയൊക്കെ ഓഫ് ചെയ്യണം കേട്ടോ, നിയമമുണ്ട്. അല്ല ഇവനെ നമുക്ക് പൂജ അടിച്ചാ പോരെ? അല്ലേ, നമ്മള് പൂജത്തിന്റെ ആൾക്കാരാണ്. ബാഗ് എടുത്തോട്ടോ മറ്റേ. ഇങ്ങനെ ആദ്യമായിട്ട് നമ്മളൊരു ചൈനീസ് പെട്രോൾ പമ്പിൽ നിന്ന് എണ്ണ അടിക്കാൻ വേണ്ടി പോവാണ്. ഇത് ഈ കാണുന്നതാണ് ചൈനീസ് പെട്രോൾ പമ്പ്. ഇവിടുന്ന് മൈനസിൽ ഓടുന്ന എണ്ണയാണ് നമുക്ക് അടിക്കേണ്ടത്. അത് ഇച്ചിരി കൂടിയ എണ്ണയാ. അത് കൂടിയ എണ്ണയാ. ആണോ? നമ്മള് 0 ആണ് ഇപ്പം പറഞ്ഞത്, അല്ല വേണ്ട ഇപ്പം മാറ്റി പറയാം. ഏതെങ്കിലും അടിക്കാം. -20 ഓടുന്നുണ്ട്, 0 ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെയായിരിക്കും ഇവിടെ പേര്, എങ്ങനെയാണെന്നറിയില്ല. റേറ്റ് സെയിം, 1 രൂപയുടെ വ്യത്യാസമുള്ളൂ. ഇതിന് കൂടുതലാ 0ക്ക്, മൈനസിനാ കുറവ്. കുറവ്. ഇതിൽ ഏതൊക്കെ റേറ്റ് എന്നൊക്കെ ചൈനീസ് അറിയാവുന്ന ഒരു വീഡിയോ കമന്റ് ചെയ്യണം കേട്ടോ. എല്ലാ വണ്ടികളും ഇതേപോലെ സൈഡാക്കി വെച്ചിരിക്കുകയാണ്. ഇതെങ്ങനെ അടിക്കണ്ടേന്നുള്ള എനിക്കൊരു പിടുത്തം കിട്ടിയിട്ടില്ല. ഡീസലാണെന്ന് ഉറപ്പുവരുത്തി അടിച്ചാൽ മതി കേട്ടോ. ചൈനീസ് ഭാഷയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. ഡീസൽ, ഡിസ്കളർ ഡീസൽ. No color. 0 minus 20 is the diesel. Diesel. Petrol 95 92. Oh, 95 92. Yes. Okay. Where is the rate? Today rate. This is rate. 8.46 RMB. ഇപ്പൊ ഇതാണ് ഇപ്പൊ നമ്മൾ അടിക്കുന്ന പൈസ എന്ന് എനിക്ക് തോന്നുന്നത്. അല്ലേ? നമ്മളിപ്പോഴും ഉണ്ടല്ലോ ടിബറ്റ് ഏരിയയിൽ പോയിട്ടില്ല കേട്ടോ. ടിബറ്റ് ഏരിയ തന്നെ നമ്മളുള്ളത്. എനിക്ക് ഇവിടെ കാർഡ് ഉണ്ടോ എന്ന് സംശയമുണ്ട്. അങ്ങനെങ്കിൽ കാർഡ് കൊടുത്താൽ മതി കേട്ടോ, വേറെ ഒന്നും കൊടുക്കണ്ട. ഞങ്ങൾ ഇന്ന് അടിച്ചത് 243 ചൈനീസ് മണിക്കുള്ള ഡീസലാണ്. ഏതാണ്ട് 2793 രൂപ കേട്ടോ. ഇവിടെ 9 സംതിങ് അങ്ങനെ എന്തൊക്കെ കേട്ടോ അതിൻ്റെ പ്രൈസ്. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. എല്ലാവരും കമൻറ്റ് ചെയ്യാൻ കണ്ടായിരുന്നു വീഡിയോയ്ക്ക് ഒരു ചെറിയ മങ്ങലുണ്ടെന്ന്. ഈ ഒരു കാലാവസ്ഥയുടെ കേട്ടോ, ഫോഗിയായ കാലാവസ്ഥയാണ്. നമ്മുടെ സെൻട്രൽ ലോക്ക് എടുക്കുന്നില്ല, ഫ്യൂസ് പോയെന്ന് തോന്നുന്നു. നോക്കട്ടെ. എല്ലാ വണ്ടികളും നിർത്തി കേട്ടോ. ഞങ്ങളുടെ വണ്ടി ഇവിടെ നിർത്തി, ഫോർച്യൂണർ നിർത്തി, മറ്റേ നിസാൻ അവിടെ നിർത്തി, ക്യാമ്പർ അവിടെ നിർത്തി, എല്ലാം നിർത്തി. ഇനിയിപ്പോൾ ടോയ്ലറ്റ് പോകുന്നവർക്ക് ടോയ്ലറ്റ് പോകാം, അതിനൊക്കെയുള്ള ഫെസിലിറ്റിയാണ്. ഇത് നമ്മുടെ ഒരു ഏജൻറ്റ്. പിന്നെ ഇത് ഗൈഡാട്ടോ, അങ്ങനെ 2 ഗൈഡുമാരുണ്ട്. എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വണ്ടി എടുക്കാം. എൻ്റെ സെൻറ്റർ പവർ വിൻഡോ വർക്ക് ചെയ്യുന്നില്ല, എന്തോ പറ്റിയെന്ന് അറിയത്തില്ല കേട്ടോ. ഇവന് എണ്ണ അടിക്കാൻ നേരത്ത് ക്രെഡിറ്റ് കാർഡ് വർക്കായടാ. അങ്ങനെയാ? പൈസ കൊടുക്കുക? ഞങ്ങൾ പൈസ എടുക്കാനായിട്ട് ചില കാർഡുകൾ ചില ATM വർക്ക്, എല്ലാ ATM വർക്ക് ചെയ്യില്ല. വിസ അപ്രൂവ്ഡ് എന്ന് പറയുന്നുണ്ട്, പക്ഷേ വിദേശികൾ എടുക്കുന്നുണ്ട്, ഇന്ത്യക്കാർ എടുക്കുന്നില്ല. ചൈനയിലുണ്ടല്ലോ പിന്നെ ബൈക്കിന് അവിടുന്ന് എണ്ണ ഒഴിച്ച് കൊടുക്കൂല. അവിടുന്ന് ഈ പോലത്തെ സാധനത്തിനകത്ത് എത്ര വേണം അത്ര മേടിച്ചിട്ട് ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് ഇവിടുന്ന് നമുക്ക് എണ്ണ ഫില്ല് ചെയ്യാൻ പറ്റും. ഇത് ലോക്കലിന് വേണ്ടിയിട്ട്. ഇത് ഇങ്ങോട്ട് ഫുള്ളി സെയിം പരിപാടി കേട്ടോ. അങ്ങനെ 0ന്റെ മറ്റേ പെട്രോൾ അടിക്കുന്ന കേട്ടോ ഇവര്. സെയിം സെറ്റപ്പ് ആണ്. ഇവിടെ പുള്ളിയുടെ ബൈക്ക് വരെ CCTV ആണ്. ഫുൾ ടൈം റെക്കോർഡ് ചെയ്യുന്ന CCTV കേട്ടോ. ഇവിടുത്തെ മാപ്പ് വരെ വ്യത്യാസം കേട്ടോ. ഫുള്ള് ചൈനീസ് ലിപി കിട്ടുന്ന മാപ്പാ അല്ലടാ? അതെ, ഇവനെ വേറെ വ്യത്യാസമുണ്ട്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഡാറ്റയൊന്നും അടിക്കാൻ കിട്ടൂല, ഇവിടെ അങ്ങനെ കിട്ടുമൊന്നുമില്ല. അപ്പോൾ ഗായ്സ് വേറെ കാര്യമുണ്ട് കേട്ടോ. നമ്മുടെ ഒരു ഫീസ് പോയി കേട്ടോ. ഫീസ് നമുക്ക് കെട്ടിയിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം അല്ലേ? യെസ്. ഈ ഒരു ഫീസ് കെട്ടി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു കേട്ടോ. നീ എല്ലാവരും തപ്പിയതല്ലേ? കിട്ടിയില്ലേ? ലാസ്റ്റ് കിട്ടിയില്ലേ? ഓക്കെ ഗൈസ് നോക്കൂ, അതായതുണ്ടല്ലോ എല്ലാവരും ഭയങ്കര വഴിയിൽ നിർത്തലാട്ടോ. അപ്പോൾ പുള്ളി ഗൈഡ് പറഞ്ഞു വണ്ടി നിങ്ങൾ വഴി നിർത്തരുത് പ്ലീസ്, നിങ്ങൾ കൂർത്തി തന്നെ വരണം എന്നുള്ള പറഞ്ഞു. കാരണം വരുമ്പോൾ ഭയങ്കര ഡിലേ ആവും, അതുകൊണ്ട് പരമാവധി സ്പീഡിൽ തന്നെ പോകണം. 260 കിലോമീറ്റർ ഇന്ന് ഓടണം 6 മണിക്കൂർ കൊണ്ട്. 6 മണിക്കൂറുണ്ട്. അപ്പോൾ റോഡ് 4 വരിയല്ല 2 വരി ആവും എന്നുള്ളത് 100% ഉറപ്പാണ്. ഗൈസ് നോക്കൂ, പുള്ളി നമ്മുടെയൊക്കെ വീഡിയോ എടുക്കട്ടെ. ഹൈ ടാറ്റാ. ഗൈസ് നോക്കൂ, എന്തായാലും നമ്മൾ വണ്ടി എടുക്കും. എന്നാ പറഞ്ഞേ? നമ്മള് വണ്ടി ഓടിക്കുന്ന വീഡിയോ അയാൾ എടുക്കാം, അതിന് മുന്നോട്ട് പോയി എനിക്ക് വെയിറ്റ് ചെയ്യാം. ഫൈനലി നമ്മുടെ വണ്ടിയെല്ലാം നേരെ പെട്രോൾ പമ്പിൽ നിന്ന് എടുക്കും കേട്ടോ. ഇനി നമുക്ക് എവിടെയും സ്റ്റോപ്പില്ലെന്നാണ് പറഞ്ഞാൽ, ഇനി ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഉച്ചയ്ക്കോ വല്ല സ്റ്റോപ്പ് ഉണ്ടാവുള്ളൂ. 260 കിലോമീറ്റർ നമുക്കിന്ന് ഓടണം. നമുക്ക് ഏകദേശം നമുക്ക് 6, 6.5, 7 മണിക്കൂറും കൂടെയാണ് നമുക്ക്
നമുക്കിനിയും ഓടിപ്പിടിക്കാനുള്ളത്. നമുക്ക് അങ്ങനെ വണ്ടി ഫ്രണ്ടിലേക്ക് എടുത്തിരിക്കുകയാണ്. ഈ കാണുന്ന ഇവിടെ ഉണ്ടല്ലോ എല്ലാ പ്ലേസിലും ക്യാമറ കേട്ടോ. നമ്മുടെ നാട്ടിലെ ഏറെ എങ്ങനെയാണ് കേരളത്തില് അതേപോലെയാണ് ചൈനയിലെ എനി പ്ലേസ് എനിവെയർ ക്യാമറയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ചേരികള്, വില്ലേജുകള്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. നമ്മള് ഡീപ്പായ സ്ഥലങ്ങളിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ ഞാൻ അടുത്ത ദിവസങ്ങളിൽ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ നാട്ടില് പശുവൊക്കെ ഇല്ല, പശുവൊക്കെ റോഡിന് ക്രോസ് ചെയ്യുന്നില്ല. ചൈനയിലെ യാക്ക് കേട്ടോ. ദിസ് ഇസ് യാക്ക് സാർ. No yak. മിക്സിങ്. ഇതിന് വേറൊരു പേരാട്ടോ ഇവിടെ പറഞ്ഞത്. ഇത് പിന്നെ പശുവും യാക്കും കൂടെ മിക്സ് ആണ് കേട്ടോ പറഞ്ഞത്. 2 പോസ്റ്റ് കഴിഞ്ഞു കേട്ടോ, പോലീസ് പോസ്റ്റ്. അവിടെ മാത്രം നമുക്ക് പിന്നെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല, പക്ഷെ സിഗരറ്റ് വലിക്കാം. അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങളുണ്ട്. എവിടെ വേണേലും സിഗരറ്റ് വലിക്കാം. സിഗരറ്റ് വലിക്കുന്നത് യാതൊരു കുഴപ്പമില്ല. അതായത് 2 പോസ്റ്റ് ഉണ്ടായിരുന്നു, അവിടെ പീഡി എടുക്കാൻ പറ്റില്ല. എൻട്രി സംഭവങ്ങളൊക്കെ ഇന്നത്തെ ആദ്യത്തെ കഴിഞ്ഞു കേട്ടോ. ഇതുപോലുള്ള ഫോറസ്റ്റുകൾ കൂടെ കേട്ടോ നമ്മുടെ വണ്ടി പോകുന്നത്. റോഡുകളൊക്കെ ഓക്കെ നമ്മുടെ നാട് പോലൊക്കെ തന്നെ. എനിക്ക് അങ്ങനെ വലിയ പ്രത്യേകതയൊന്നും തോന്നില്ല. ആകെ ഒരു മഞ്ഞ ലൈനിന്റെ പ്രത്യേകതയാണ് തോന്നിയത്. പിന്നെ നമ്മൾ ഗ്രാമവീഥികളിൽ കൂടെ എങ്ങനെയാണ് സഞ്ചരിക്കുന്ന ആ സെയിം സെറ്റപ്പ്. ഔട്ടിംഗ്രി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. അപ്രോക്സിമേറ്റ് 290-275 കിലോമീറ്റർ ഉണ്ട്. നോക്കി, സിഗ്നൽ വരെ ചൈനീസ് ടിബറ്റ് ഇംഗ്ലീഷിലായിട്ട് എഴുതി വെച്ചേക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും ക്യാമറ. വേറെ കാര്യം ശ്രദ്ധിച്ചോ, ഈ സ്ഥലത്തൊന്നും ഒരു മനുഷ്യനില്ല കേട്ടോ, പക്ഷെ എല്ലാ സ്ഥലത്തും ക്യാമറ നിരീക്ഷണത്തിലാണ്. വേറെ കാര്യം ശ്രദ്ധിച്ചോ, എത്ര കിലോമീറ്റർ പോകുന്ന കറക്റ്റ് ബോർഡ് ഉണ്ട് കേട്ടോ. ഒരു സ്ഥലത്ത് മാത്രം 2-3 സ്ഥലത്താണ് ക്യാമറ വരുന്നതിന് മുന്നേ ബോർഡ് ഉള്ളത്. ബോർഡ് ഉണ്ട് കേട്ടോ. നമ്മൾ ക്യാമറ ഇന്ന സ്ഥലത്തുണ്ട് എന്നുള്ള ബോർഡും സംഭവങ്ങളൊക്കെ നേരത്തെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു അല്ലേ പിന്നെ. അതെ, ഈ സൈഡിലെ ഒരു വാട്ടർഫോൾസ് ഉണ്ട് കേട്ടോ പോകുന്ന വഴിക്ക്. ഇവിടെ ഒന്നും നമുക്ക് ഇറങ്ങാനുള്ള പെർമിഷൻ ഇല്ല. അപ്പൊ ഇങ്ങനെ സ്ലോ ആക്കി എടുക്കുവാണെങ്കിൽ കുഴപ്പമില്ല. അതെനിക്ക് സീസണിലായിരിക്കും കേട്ടോ ഈ കാണുന്ന വെള്ളച്ചാട്ടം സെറ്റപ്പായി വരിക. കുറച്ച് ഫ്രണ്ടിലേക്കൊന്നും വണ്ടി നിർത്തി, ഗൈഡ് നിർത്താൻ പറഞ്ഞ് നമ്മൾ നിർത്തും. നമ്മൾ പറയുന്ന സ്ഥലത്ത് നിർത്തൂല. ഗൈഡ് എവിടെയാണ് നിർത്താൻ പറയുന്നത് അവിടെ മാത്രം നമുക്ക് നിർത്തി നമുക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. എന്താണ് വണ്ടി നിർത്തിയതിന്റെ മെയിൻ കാരണം, ഈ മൗണ്ടനിലെ സ്നോഫോൾ കിടപ്പുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഇന്ത്യ എന്നൊക്കെ കാണുന്ന സെയിം സെറ്റപ്പ് എടുത്ത് നോക്കിയേ. ഇതാണ് ഇത്ര കാറ്റ്. എന്നോട് ഇവരെല്ലാം സംശയം ചോദിക്കും. അപ്പം എൻ്റെ വീഡിയോ എടുക്കലും പോകും. വേറെ കാര്യമുണ്ട് ഇവിടെ, നമുക്ക് എന്തും വാങ്ങാറിഞ്ഞിട്ട് ഇവർ നമ്മളോട് ചോദിക്കുന്നത്. നമ്മൾ തേങ്ങ പൊളിക്കേണ്ടി വരും. ഗൈസ് നോക്കൂ, നമ്മൾ ഇന്ത്യ എന്നൊക്കെ കാണുന്ന സെയിം ഫീലിംഗ് ആട്ടോ. അതായത് ഇവിടെ ഭയങ്കര തണുപ്പാണ്. കാരണം മൗണ്ടനിലല്ല ഇതേപോലെ സ്നോഫോളുകൾ ഇഷ്ടം പോലെ കിടക്കോട്ടെ. നോക്കിയേ, കിടക്കണ കിടപ്പ് നോക്കിയേ. കഴിഞ്ഞ പ്രാവശ്യമല്ലടാ നമ്മൾ മറ്റേ ബസ് കൊണ്ട് പോയപ്പോ ഇച്ചിരി സ്നോഫോളിന് വേണ്ടി ഓടി നടന്നത്. അത് നമ്മൾ എത്ര കിലോമീറ്റർ നമ്മൾ ഓടി, നിനക്ക് ഓർമ്മയുണ്ടോ? നമ്മള് 200-300 കിലോമീറ്റർ കില്ലക്കിസ്ഥാനൊക്കെ നമ്മൾ ഓടിയെന്ന് വെച്ചാൽ മഞ്ഞ് കാണാൻ വേണ്ടിയാ. ഇതെന്തോ ചൈനീസ് ബിൽഡിംഗ് ആട്ടോ. ഇവിടെ ബിൽഡിങ്ങുകളാണ്, പക്ഷെ ആൾക്കാർ വളരെ കുറവാട്ടോ. എനിക്ക് തോന്നുന്നു അങ്ങോട്ട് എത്താൻ നേരത്ത് നല്ല രീതിയിൽ ആൾക്കാരുണ്ടാവും. ഇവിടെയൊക്കെ നമ്മൾ പിന്നെ അരുണാചലിൽ, സിക്കിമിലൊക്കെ കാണുന്ന പോലത്തെ കൺസ്ട്രക്ഷൻ രീതിയും അതുപോലുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അവർ വീട് അങ്ങനെ വലിയ സെറ്റപ്പ് വീടുകളൊന്നും ഇവിടെ ഇല്ല. ചിലർക്ക് നല്ല നല്ല വീടുകളുണ്ട്, ചിലർക്ക് സാധാരണ ഇതുണ്ട്. ഇതൊക്കെ മണ്ണല്ല, കല്ലില്ലേ, കല്ലും മണ്ണും ടിൻ ഷീറ്റും ആട്ടോ ഈ കാണുന്ന സെറ്റപ്പ്. അങ്ങനെയുള്ള സംഭവം കൊണ്ടുണ്ടാക്കിയ വീടുകളും സംവിധാനമൊക്കെയാണ് നമ്മൾ പോകുന്ന വഴിക്ക് കാണുന്നത് കേട്ടോ. ഞങ്ങൾ ഈ ഒരു ടിബറ്റ് ഏരിയ ശ്രദ്ധിച്ച കാര്യം കേട്ടോ, ആൾക്കാർ വളരെ കുറവാണ്, വണ്ടി വളരെ കുറവാണ്. ഭയങ്കരം ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാഫിക് റൂൾ ഭയങ്കര കേട്ടോ. എല്ലായിടത്തും ക്യാമറയാണ്. ഈ കാണുന്ന ഒരു ചെറിയ വില്ലേജാണ്. ഈ കാണുന്ന ഒരു ചെറിയ വില്ലേജ് വരെ ക്യാമറ ഇരിക്കുന്നു നോക്കിയേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതൊക്കെ അപ്സെറ്റ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചു കേട്ടോ. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ക്യാമറ വരാൻ നേരത്ത് ചെറിയ ഓൾമോസ്റ്റ് ഞാനും അടക്കം എല്ലാവർക്കും ഒരു ഇതുണ്ട്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. ചൈനയുടെ ഒക്കെ ഓരോ സംവിധാനങ്ങൾ കാണുമ്പം നമ്മൾ ഞെട്ടിപ്പോകും കേട്ടോ. കാരണം ഇത്രയും ചെറിയൊരു വില്ലേജിൽ, ഈ ടിബറ്റിൽ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു കേട്ടോ. ഇത്ര ഒരു എന്താ പറയുക കാമൻ കോറ്റ്. അങ്ങോട്ടൊക്കെ റഷായിരിക്കും, നല്ല തണുപ്പ്, കൈ മരവിക്കുന്ന സെറ്റപ്പ്. ഇനിയിപ്പോൾ ഗ്ലൗസ് മറ്റു സാധനങ്ങളൊക്കെ ഇടേണ്ട വരും. ഏറ്റവും മസ്റ്റ് സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുഖത്തെന്ന സാധനമില്ലേ, അത് വേണം. അല്ലെങ്കിൽ ഈ ചുണ്ട് പൊട്ടിക്കൊണ്ടിരിക്കും. നീ ഒരു വേറെ കാര്യം ശ്രദ്ധിച്ചോനെ, എന്നടാ ഒരു ചെറിയൊരു വീടിൻ്റെ അവിടെ വന്നാൽ തന്നെ റോഡിലോട്ട് വരാതിരിക്കാൻ കെട്ടി തിരിച്ചാക്കുന്ന നോക്കി അല്ലേ. അതും പോലീസിൻ്റെ ഒക്കെ എടുത്ത് നിന്നിട്ട് റെസ്പെക്റ്റ് കാണാം. പോലീസ് ആയാലും റെസ്പെക്റ്റ്. ആൾക്കാർ ഇറങ്ങത്തൊന്നുമില്ല. അവിടുന്ന് പോലീസ് വരും, കാറൊക്കെ മേടിക്കും. എന്നിട്ട് വണ്ടികളൊന്നും ഓവർലോഡ് അല്ലെന്ന് തോന്നുന്നു കേട്ടോ പോകുന്ന കാണുമ്പോഴൊക്കെ. ഭയങ്കര സെറ്റപ്പാണ്. യെസ്, ഫൈനലി നമ്മുടെ ഒരു വണ്ടി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ വണ്ടികളും ഇവിടെ നിർത്തും. ഇത് ഷേർലി. ഹായ് ഷേർലി. ഹായ് ഗൈസ്, ഇത് നമ്മുടെ ഒരു ഗൈഡാണ് ഷേർലി. നമ്മുടെ ലിജിൻ ചേട്ടൻ പുള്ളിക്കാരിയായിട്ടാണ് കോണ്ടാക്ട് ചെയ്തത്. ഐ എം ടെല്ലിങ് മൈ ലോക്കൽ ലാംഗ്വേജ് ഗൈസ്. Did you feel cold? No cold. Okay. I guess I wish you not get a cold or some. This is very nice. Really? No. Very hard. You know, I wear
2 thermals, 1 thermal and 1 coat. Yeah. It's so cold. ഗൈസ് നോക്കൂ, ഇതുകൊണ്ട് ഇതൊക്കെ ഇവിടുത്തെ കറണ്ട് ഇലക്ട്രിക്കൽ ലൈനുകളും അതുപോലുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും അല്ലേ ലിവിനെ? അതെ, വേറെ കാര്യമുണ്ട് ഇവനെ. നമ്മൾ ഇങ്ങോട്ട് പോകാൻ നേരത്തിന് തണുപ്പുകൾ കൂടിക്കൊണ്ടിരിക്കും. ഇത് ഹോട്ടലല്ല കേട്ടോ, നമ്മുടെ ഗൈഡ് ഇപ്പം പറഞ്ഞു തന്നു. അതായത് നേപ്പാൾ വണ്ടികൾ പിന്നെ ഫുഡ് ക്യാരി ചെയ്യുന്ന സ്ഥലമാട്ടോ ഇത്. അത് തന്നെ കറക്റ്റ് സാർ. നേപ്പാൾ വെഹിക്കിൾസ് ഫുഡ് ക്യാരിങ് ഏരിയ സിയാ, അത് തന്നെ. അതായത് ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ചൈനീസ് വണ്ടി ഉണ്ടോ നീ മാർക്കറ്റിൽ ലോഡ് ചെയ്യും സാധനങ്ങൾ. എന്നിട്ട് നേപ്പാൾ വണ്ടി ഇവിടെ നിന്നേ സാധനം എടുക്കാൻ പറ്റുള്ളൂ. നേരെ പോയി പിന്നെ ഓൺ ദ ഫാമിൽ നിന്ന് എടുക്കാൻ പറ്റൂല കേട്ടോ. എന്നാ പറഞ്ഞേ? കോൾഡ് ഉണ്ട്, ജാക്കറ്റ് ഇടാ പുറത്തിട്ടിരുന്നത്. ഓ ഗൈസ്, ഗൈഡ് ആ സ്ഥലം കണ്ടോന്ന് ചോദിച്ചു. യെസ് കണ്ടെന്ന് പറഞ്ഞു. ഓക്കെ നമുക്ക് മൂവ് ചെയ്യാന്ന് പറഞ്ഞു. ഞങ്ങൾ മൂവ് ചെയ്യുന്നു. അങ്ങനെയാണ് സെറ്റപ്പുകൾ കേട്ടോ. ഉണ്ടായിരുന്നു, അത് പൊളിഞ്ഞു പോയി. അപ്പം തന്നെ താഴെ റോഡ് ഉണ്ടാക്കി നമ്മുടെ നാട്ടിലെ പോലെ തന്നെ. അതുപോലത്തെ ഒരു കിടിലൻ റോഡ് എന്ന് വെച്ചാൽ ഒരു ഫീലിംഗ് വരുന്ന റോഡ് കേട്ടോ. ഇറ്റ് ഈസ് വെരി നൈസ്. റീച്ചിങ് ഫസ്റ്റ് ടൗൺ ഹൗ മച്ച് കിലോമീറ്റർ? 60 from the Kirong down to also up Kirong. 60 kilometers. 60 kilometers. Yes. He is starting in 4 lane. Sorry? 4 lane. Yes. ഇപ്പൊ 2 ലൈനാണ്. കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോണ്ടല്ലോ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലൊക്കെ റോഡ് പണിയുമ്പോൾ റാൻ സൈഡിലെ റോഡ് പോകില്ല എന്ന് പറഞ്ഞ പോലെ ലാൻഡ് സ്ലൈഡിൽ റോഡ് പോയാക്കുന്ന കേട്ടോ. നമ്മുടെ പാർട്ടില് എങ്ങനെയൊക്കെയാണോ അതേപോലെ തന്നെ. So many landslide is coming in road is broken. Raining monsoon. പുള്ളിക്കാരൻ പറഞ്ഞ ഉരുള് പൊട്ടിയിട്ടുണ്ട്, അത് കാണാൻ റോഡ് പോയെന്നാ പറയുന്നത്. കാണുന്ന ഇവിടെ ഞങ്ങൾ വണ്ടി നിർത്തി. ഞങ്ങളുണ്ടല്ലോ ഇങ്ങോട്ട് പോവാ കേട്ടോ. അതായത് ഇതുകൊണ്ട് ഇവിടെയൊക്കെ കറക്റ്റ് നിയമങ്ങൾ കറക്റ്റ് ആട്ടോ. ഇവിടെ എന്തോ റോഡ് പണി ഉറപ്പുണ്ട്. ഒറ്റ വേ ഉള്ളൂ എല്ലാവർക്കും കൂടെ പോകാൻ വേണ്ടി. അപ്പോൾ അതിനുള്ള എന്തോ സംവിധാനങ്ങളും കാര്യങ്ങളും കാണിച്ചാക്കാനാണ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഇവിടെ വണ്ടി നിർത്താനുള്ള മെയിൻ കാരണം ഇത് നോക്കിയേ, നടന്ന് സ്റ്റെപ്പ് കയറി പോകേണ്ട ഒരു മൊണാസ്ട്രി. എൻ്റെ പൊന്നെ, എന്തോ ഒരു തുഞ്ചത്താണ് അത് ഇരിക്കണേന്ന് നോക്കിയേ. ഗൈസ് കയറിപ്പോ സ്റ്റെപ്പ് എങ്ങനെ ഇത് പണിതടല്ലേ ഇവനെ? ഇവിടുന്ന് സാധനം മേലോട്ട് കൊണ്ടുവന്ന് എന്ന് പാടായിരിക്കും അല്ലേ? ഗൈസ് നോക്കൂ, ഇത് കണ്ടോ ഈ കാണുന്ന സ്റ്റെപ്പുകളാട്ടോ. ഇത് കണ്ടോ ഈ കാണുന്ന സ്റ്റെപ്പുകൾ വഴിയേ പോകാനുള്ള വകുപ്പുള്ളൂ. വേറെ വകുപ്പൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ഞാനും കാണുന്നില്ല ഇവനെ. ഒരു 2000-3000 സ്റ്റെപ്പിങ്ങിലും കാണും. അതും ആ കുന്നിൻ്റെ അത് നമ്മളാ ചെറിയ കുന്ന് വെട്ടിട്ട് കുരങ്ങനെ കടിയും മേടിച്ചിട്ട് വന്നാ അല്ലേ? ഗൈസ് നോക്കൂ, ഇത് എന്തോരം അങ്ങ് കയറും. ഒരു മലയുടെ ഏകദേശം മുക്കാ ഭാഗം കയറി കഴിഞ്ഞാലേ ഇത് ഫുള്ള് കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഫുള്ള് ഗൈസ് ഇവിടെ എല്ലാം എഴുതി വെച്ചാക്കുന്നത്. ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഇന്ന സ്ഥലത്താണ്, ഇന്ന സ്ഥലത്താണ്. പക്ഷെ ചൈനീസ് മാപ്പ് ഇവിടെ എല്ലാം പിന്നെ ചൈനീസ് ലെറ്ററിലാട്ടോ. ഈ സിഗ്നലുകളില്ലേ, അതായത് ബോർഡ് സിഗ്നൽ, അതൊക്കെ ഇംഗ്ലീഷ്, പിന്നെ അതേപോലെ തന്നെ ചൈനീസ്, ടിബറ്റ്, ഇത്രയും ഭാഷ. ഇവിടെയൊക്കെ ചൈനീസ് ലെറ്ററുകളാട്ടോ എല്ലാ ഭാഗത്തും. കണ്ടോ സ്റ്റോപ്പ് വെച്ചു വണ്ടി. എല്ലായിടത്തും ലാൻഡ് ക്രൂസർ പാടം കേട്ടോ. എല്ലാവർക്കും ലാൻഡ് ക്രൂസർ പാടം. ഇത് കണ്ടോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ചിക്കർ മൊണാസ്ട്രിയാണ് സംഭവം കേട്ടോ. മൊണാസ്ട്രി തന്നെയാണ്. ഗൈസ് ഫൈനലി എല്ലാവരും റീച്ചായി. എല്ലാവർക്കും ഇത് കാണാം എന്ന് നേരെ പോവാം. ഇവിടെ റോഡ് വർക്ക് കേട്ടോ. ഇതുണ്ടോ ഈ പുള്ളിയോട് ഒറ്റ വാക്ക് പറഞ്ഞില്ല, അവിടെ റോഡ് പണി നടക്കുവാണ് സൈഡാക്കാൻ. അപ്പം തന്നെ സൈഡാക്കി. വേറെ കച്ചറയും കാര്യങ്ങളൊന്നുമില്ല. ഗൈസ് ഇവിടുന്ന് വേണം പോകാൻ വേണ്ടി. ഫുൾ ക്യാമറ കേട്ടോ. നമ്മുടെ വണ്ടി കയറ്റി വേണം കൊണ്ടുപോകാൻ വേണ്ടി. ഇത് കണ്ടോ ഇവിടെ എല്ലാം നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഒക്കെ നിരീക്ഷിക്കാൻ ക്യാമറ സംവിധാനങ്ങൾ. അത് എവിടെ പോയാലും ഒന്ന് ഫേസ് ഡിജിറ്റ് ചെയ്യും. പിന്നെ അതുപോലെ വണ്ടിയുടെ ക്യാമറയുടെ ഫോട്ടോ എടുക്കും. എവിടെ ചെന്നാലും അതെ. ഒരു ചൈനീസ് വണ്ടി, എന്തോരം ചൈനീസ് പിന്നെ നിർമ്മിത വണ്ടികളാണെന്നറിയോ ഇവിടെ ഇഷ്ടം പോലെ. എന്ത് രസമെന്നറിയോ, ജീപ്പിനെ പോലെയുള്ള സെയിം ഒരു വണ്ടിയുണ്ട്, കിട്ടിക്കാച്ചൊരു വണ്ടി. അത് ഇഷ്ടംപോലെ ചൈനീസ് പിന്നെ വെഹിക്കിൾ മാനുഫാക്ചേഴ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. അല്ലേടാ ലിവിനെ? അതേപോലെ ഇത് നോക്കടാ എടാ, ഇങ്ങോട്ടൊക്കെ നോക്കിയാൽ ഇവനെ നമ്മൾ കാണാത്ത വേറൊരു തലം. ഇത് നോക്കിയേ, ഈ iPhone 15 ആയത് നന്നായിട്ടോ, അല്ലെ സൂം ചെയ്യാൻ പറ്റൂലായിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് മഞ്ഞ് വീഴുമ്പോ എന്ത് ചെയ്യുക? ഇവിടെ സ്നോഫോൾ ശ്രദ്ധിച്ചോ? അവിടെ നോക്കി അത് ഇടിക്കാതിരിക്കാൻ വേണ്ടി അതിന്റെ മേളിൽ നിന്ന് കമ്പി ഇട്ടാക്കി നോക്കിയാൽ ഇതല്ലേ? അത് ശരിയാട്ടോ, ഇതല്ലേ റോഡ് പോകാതിരിക്കാൻ. അതിന്റെ മേളിലേക്ക് മിറ്റൽ വീണ് കിടക്കും കേട്ടോ. മോട്ടറൊക്കെ നമ്മുടെ നാട്ടിലെ പോലൊക്കെ തന്നെ കേട്ടോ, പെരുവഴിയിലൊക്കെ ഒഴിക്കുന്നത്. ഇവിടെ പോലീസുകാരുടെ അടുത്ത് അതുപോലെ തന്നെ എല്ലാവരുടെ അടുത്തും ക്യാമറ 24 മണിക്കൂർ ഇവിടെ നമ്മുടെ സാധനം ഇവിടെ വെച്ചേക്കും. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ പുള്ളിക്കാരിയുടെ അടുത്ത് വരെ എന്തുണ്ട്, അതായത് വാക്കി ടോക്കി ഉണ്ട്. അതായത് അവിടുന്ന് എന്താണ് ഇത് വരുന്നത്, എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് കയറ്റെടുത്തുണ്ട്. ഇവിടെ തന്നെ 20 കിലോമീറ്റർ സ്പീഡിൽ കൂടുതൽ ഈ റോഡിൽ കൂടെ ഓടാൻ പാടില്ല. അത് പാലിച്ചേ പറ്റൂ. ടിബറ്റും ഇത് ചൈനീസ് ലെറ്റർ കേട്ടോ. പുള്ളിക്കാരിയുടെ കൂട്ടത്തില് ഫോട്ടോ എടുത്തു വേണ്ടെന്ന് പറഞ്ഞു. പുള്ളിക്കാരി ഞങ്ങളുടെ ഫോട്ടോ എടുത്തു. താങ്ക് യു. നൈസ്. യാ
യെസ് ഗൈസ് നമ്മൾ പൊക്കളെന്ന് പറഞ്ഞ് അല്ല പോകുമെന്ന് പറഞ്ഞ വണ്ടി കയറാട്ടോ. എൻ്റെ പൊന്നെ ഓരോ ടൈപ്പ് ട്രക്കുകൾ വരുന്ന നോക്കിയേ, എന്തോ ഒരു ഓപ്ഷനുകളാണ് ഇവിടെ. നമ്മുടെ നാട്ടിൽ ആകെ ഒരു ഭാരത് ബെൻസും ടാറ്റയും പിന്നെ ഒരു മഹീന്ദ്രയും പിന്നെ ഒരു ലൈലാൻഡും കഴിഞ്ഞു, പിന്നെ ഐഷറും. എന്തൊരു പ്ലാനിങ്ങോടുകൂടിയാണെന്നറിയാം ഇവരുടെ റോഡ് വർക്ക് നടക്കുന്നത് നോക്കിയേ. മേക്കിംഗ് റോഡ് എന്തെങ്കിലും ട്രബിൾ പറ്റി കഴിഞ്ഞാൽ അപ്പം അതായത് റോഡിന്റെ ഇതുണ്ടോ ഈ ഒരു സംഭവം ശരിയാക്കുന്ന കേട്ടോ. നമ്മളുണ്ടല്ലോ ലഡാക്കിൽ കൂടെ ഒക്കെ പോകുന്ന സെയിം ഫീലിംഗ് ആട്ടോ ഈ റോഡിൽ കൂടെ പോകാൻ നേരത്ത്. അതിനൊരു കാരണമുണ്ട്. സംഭവം ഇത് സ്നോഫോൾ പെയ്യുന്ന സ്ഥലമാണ് ഏകദേശം ഉറപ്പാട്ടോ. കാരണം അങ്ങനെയാട്ടോ ഫുള്ള് കിടക്കണം. കാരണം ഇത് മഞ്ഞുരുകി പോയതാണ്. ഇതിനൊരു സീസൺ ഉണ്ട് ഈ ട്രിപ്പിന്. ഏപ്രിലിന് ശേഷമാണ് ട്രിപ്പ് സ്റ്റാർട്ടിങ് ഇൻ ഏപ്രിൽ. Yes. April to May 15, I think. May 15 or 16. Something. this only this group. Yeah. Yeah. Guys, ഈ ഒരു ഗ്രൂപ്പ് ഈ ഒരു സംവിധാനം ഈ പറഞ്ഞൊരു മാസങ്ങളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോഴും പർവ്വതങ്ങളുടെ ഇടയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. നമുക്കിനി കിറോങ് ടൗൺ ആണ് എത്താനുള്ളത്, മെയിൻ ടൗണ്. നമ്മളിപ്പം താഴെ ഭാഗത്താണ് നിന്നെന്ന് തോന്നുന്നു, അങ്ങനെയാണ് എൻ്റെ വിശ്വാസം. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇനിയും കുറേ സഞ്ചരിക്കാനുണ്ട്. എന്താ 275 കിലോമീറ്റർ 6-7 മണിക്കൂർ എടുക്കൂട്ടോ നമുക്ക് മൊത്തം സഞ്ചരിക്കാൻ വേണ്ടി. ഫൈനലി അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് ഒരു ടൗണിലെത്തി. Pharmacy. ഫാർമസി ഈസ് ടേക്കൻ ഇഞ്ചക്ഷൻ. Yeah. ഗൈസ് ഇവിടുത്തെ സിഗ്നൽ എപ്പോഴും നോക്കണം കേട്ടോ. എന്നാ സെറ്റപ്പാടാ, ലഡാക്ക് ഒക്കെ പോലെ അല്ലേ സിഗ്നൽ കൊണ്ടുവെക്കാൻ വേണ്ടി ക്രീം എന്നാക്കുന്നു. ഗൈസ് നോക്കൂ, വമ്പൻ സംവിധാനം. സ്പീഡ് എപ്പോഴും ശ്രദ്ധിക്കണം. ഞങ്ങളുടെ വണ്ടി ആ കാണുന്ന അവിടെ നിർത്തി കേട്ടോ. അവിടുന്ന് ഞങ്ങൾ ഈ കാണുന്ന ചൈനീസ് ടൗണിലേക്ക് നടക്കുവാണ്. അതായത് എന്നാ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഫാർമസി ഉണ്ട്. അതെ, എനിക്ക് ഇത്ര ഗ്ലാമറായി പോയി. പെമ്പിളരെല്ലാം കൈ കാണിക്കുവന്നേ, അതാന്നേ അവരെല്ലാം ഞങ്ങളെ കൈ കാണിക്കുക. ഇവിടെയൊക്കെ റെസ്റ്റോറൻറ്റാ. അതെ അതെ ഗൈസ്, ഞാനാണ് കല്യാണം കഴിച്ചു പോയി. ഇത് ഇവിടെ ഒരു ഫാർമസി ഉണ്ട് അല്ലേ. ഇതുണ്ട് ഈ കാണുന്ന ക്യാമറയിലാട്ടോ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഈ ഫാർമസി ചെന്നിട്ട് നമ്മുടെ ആ ഒരു സംഭവം കിട്ടുമെന്ന് നോക്കണം. എന്നിട്ട് നമുക്ക് ഇഞ്ചക്ഷൻ വെക്കണം കേട്ടോ. ഇഞ്ചക്ഷൻ ഈസ് മസ്റ്റ്. ഞങ്ങളിപ്പോൾ ഇവിടെ കയറി എടുത്ത് നോ മെഡിസിൻ ആട്ടോ. അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഇവിടെ മെഡിസിൻ ഇല്ല, സിറ്റി പോയി എടുക്കണമെന്ന് പറഞ്ഞ്. ഓക്കെ, ഗോ ടു സിറ്റി. എൻ്റെ ഉണ്ടല്ലോ ഇന്ന് 3ാമത്തെ ഡോസ് എടുക്കേണ്ട ദിവസമാണ്. അപ്പോൾ ഇന്ന് 3ാമത്തെ ഡോസ് എടുക്കണം. ഇത് കണ്ടോ, ഈ കാണുന്ന ഇവിടെയാണ് ലോക്കൽ ട്രാൻസാക്ഷനും സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ചെറിയ ചെറിയ ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ആട്ടോ. എല്ലാവരും ഇറങ്ങി കേട്ടോ. From the Tingri? Yeah. Tingri still have the 200 kilometer. We already dropped the 60 kilometer. 66. ഓ, എടുക്കാൻ പറ്റുമോ? ഇന്ന് എടുക്കണം. പ്ലീസ് ടേക്ക് 1 വാക്സിൻ ഇൻ ബിഗ്. Sorry? Please give me 1 vaccine in big hospital, no problem. Yeah. Big hospital, Shikatse. Yeah. ഇന്ന് എടുക്കണം കേട്ടോ. എങ്ങനെയല്ല 12 മുന്നേ എടുത്താൽ മതി. ഗൈസ് നോക്കൂ, ഇവിടെ ഉണ്ടല്ലോ ഇതിങ്ങനെയായിട്ട് ഇവിടുത്തെ ടൗൺ സെറ്റപ്പ്. നമ്മുടെ ലഡാക്കിൽ അല്ലെങ്കിൽ നമ്മൾ മറ്റേ ഇവിടെ നമ്മൾ മണാലിയിലൊക്കെ പോകില്ലേ, ആ ഒരു സെറ്റപ്പ് അല്ലടാ മണാലിലെ ടൗൺ ഒക്കെ പോലെ എനിക്ക് തോന്നുന്നു. ക്ലീനിങ്ങും നീറ്റും അതേപോലെ തന്നെ ഒരു എന്നാ പറയാ ഒരു ഫുൾ പ്ലാൻ സിറ്റി. ആൾക്കാരെ കൂടുതൽ ഇവിടെ ക്യാമറ കേട്ടോ. ഇതുണ്ടോ, ആൾക്കാരിലും കൂടുതൽ ഈ കാണുന്ന ഇവിടെ ക്യാമറയാണ് അല്ലേ ലിബി? അതെ. പിന്നെ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ആ ബിൽഡിംഗ് മാറിക്കൊടുക്ക ചേച്ചിമാര് പോട്ടെ. ഇതൊക്കെ ചെറിയ ഇലക്ട്രിക്കൽ പിന്നെ ഇതാട്ടോ റിക്ഷകള്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു സാധനം ഒന്നും കൈ കൊണ്ടൊന്നുമില്ല, ഫുള്ള് ക്രെയിന്. ഇത്രയും നമ്മൾ സംസ്കാര വാലിയിൽ നിന്ന് ലേ ആ റൂട്ടിൽ വന്നൊരു ഫീലിംഗ് ആയിരുന്നു. ഇപ്പം നോക്കിയേ, ഞങ്ങളൊരു ചെറിയ സ്മോൾ ടൗണിലെത്തി. ഈ കാണുന്ന ഇവിടെയൊക്കെ ഉണ്ടല്ലോ ടെക്നോളജി വമ്പോ. നോക്കിയേ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഈസ് വെരി ഹൈ. ടെക്നോളജി ക്രെയിൻ വെച്ച് പൊക്കി വേറൊരു രീതിയിലുള്ള സംവിധാനം കേട്ടോ. തേങ്ങ മനസ്സിലാവുന്നില്ല കേട്ടോ. ഇവിടുത്തെ എന്തൊക്കെയോ സാധനങ്ങൾ മേടിക്കാൻ തന്നെ, വേറെ മാർഗമൊന്നുമില്ല. വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല കേട്ടോ. ലേസ് പോലത്തെ എന്തൊക്കെയോ സാധനങ്ങളാട്ടോ. മേടിക്കട്ടെ, ഭാഷയും മനസ്സിലാവൂല. തേങ്ങ ഈ പുള്ളിക്കാരിയുടെ കാലൊക്കെ പിടിച്ചാൽ മേടിക്കുന്നത്. എന്താണ് ഓരോന്ന് മേടിച്ചോണ്ടിരിക്കുന്നത്. വിലയൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. വിശപ്പാണല്ലോ മനുഷ്യൻ്റെ ഏറ്റവും വലുത്. ആണോ, വിശപ്പാണല്ലോ ഏറ്റവും വലുത്. വെള്ളവേദ ഇതേതാന്ന് മനസ്സിലായി. 2 ഗൈസ് ഇത് 2 കിട്ടി കേട്ടോ. വെള്ളം മേടിച്ചു വച്ചേക്കാം. ഫാൻ്റെ വരെ ഇവിടെ ചൈനീസ് ലെറ്ററിലാട്ടോ. കൊക്കക്കോള ഓൾസോ ചൈനീസ് ലെറ്റർ. എല്ലാം അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. ഞങ്ങൾ കുറച്ച് വെള്ളവും കുറച്ച് സാധനങ്ങളും ഒരു ലൈറ്ററിനാകെ 1 UN ഉള്ളൂ കേട്ടോ. പുള്ളിയുടെ റെഡ് ബുൾ എടുത്തോ? പിന്നെ പുള്ളിയുടെ സിഗരറ്റ് എപ്പോഴും ഞങ്ങൾ മേടിച്ച് വലിക്കുന്നുണ്ട്. പുള്ളിക്ക് ഒരു പാക്കറ്റ് സിഗരറ്റും മേടിച്ച് കൊടുത്തു പോടാ. സിഗ്നൽ കേട്ടോ, സിഗ്നലൊക്കെ കഴിഞ്ഞ് ഈ കാണുന്ന ടൗണിനോട് ഞങ്ങൾ ഇവിടെ പറഞ്ഞ് നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ ടിബറ്റ് സ്റ്റൈല് സ്ഥലങ്ങളാട്ടോ. ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. ഇവിടെയൊക്കെ മോഡേൺ കൃഷികളും സംഭവങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെന്ന് മനസ്സിലായിട്ടോ. കുറച്ച് ഫ്രണ്ടിൽ ഞാൻ വണ്ടി നിർത്തി. തൊട്ട് ബേക്കിൽ പോലീസ് സ്റ്റേഷനാണ്. അപ്പോൾ അവിടെ ഗൈഡിന് എൻട്രി ഉണ്ട്. ഇവിടെ ഗൈഡിൻ്റെ കാർഡ്
പിന്നെ എന്തൊക്കെയോ സാധനമുണ്ട്. പിന്നെ നമ്മുടെ വിസ ഗ്രൂപ്പിൻ്റെ എല്ലാ സാധനങ്ങളും ഒരുമിച്ചാണ് അവിടെ കാണിക്കുന്നത്. അവർ ഇറങ്ങാൻ പറഞ്ഞ് ഇറങ്ങണം. ഞങ്ങളുടെ കൂടെ തന്നെ ഗൈഡ് ഇപ്പോൾ ഇറങ്ങിപ്പോയി. നീ ഇറക്കുന്നു, പുള്ളി ഇറങ്ങിപ്പോയിട്ടോ. എന്നിട്ട് അവിടെ എൻട്രി ചെയ്യാൻ വേണ്ടി പോയിട്ടോ. അത് റെസ്റ്റോറൻ്റ് ആട്ടോ. അപ്പോൾ എല്ലാവരും പിന്നെ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ ഓരോ വണ്ടികൾ, ഇവിടെ ഒരു വണ്ടിയുണ്ട്, ഇതുണ്ട്, ഇവിടെ ഓരോ വണ്ടികളുണ്ട്. ഇനിയിപ്പോൾ ഗൈഡ് വന്നില്ല മാത്രമേ പോകാൻ പറ്റുള്ളൂ. അത് എണ്ണ കിട്ടണ വരെ ഗൈഡ് വേണം. ഈ കാണുന്നത് ചൈനയിലെ ചിപ്സ് ആട്ടോ, പൊട്ടറ്റോ ചില്ലി. ഇവിടുത്തെ ലേസൊക്കെ ഇത് ഇവിടുത്തെ ലേസാണ്. ആകെ ഫ്രണ്ടിൽ ലേസ് ഉണ്ട്, ബാക്കി ഫുള്ള് ജാപ്പനീസാണ്. അത് ഇവിടെ ഇറങ്ങുന്ന എന്ത് സാധനത്തിനും ചൈനീസ് ലെറ്റർ വേണം നിർബന്ധമാണ്. പിന്നെ ഈ കാണുന്ന കേക്കാട്ടോ ഞങ്ങൾ കഴിച്ചത്. ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു, വായി വെക്കാൻ കൊള്ളൂലായിരുന്നു. പാൻകേക്കും അത് പാൻകേക്കായിരുന്നു. അവിടെ പാൻകേക്കാന്ന് എനിക്ക് അറിഞ്ഞില്ല കേട്ടോ. ഞാൻ അവിടെ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടായിരുന്നു, കൂട്ടി എല്ലാവരും ചിരിക്കുന്നുണ്ടായിരുന്നു. ഉരുളക്കിഴങ്ങ് കറിയും പിന്നെ പാൻകേക്ക്, ഉരുളക്കിഴങ്ങ് കറിയും, പിന്നെ സ്ക്രാമ്പിൾഡ് എഗ് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. ഇപ്പോൾ ഞങ്ങളുടെ കൺമുന്നിൽ കണ്ട കാര്യം കേട്ടോ, അത് പിടിക്കാൻ പറ്റൂല, പിടിക്കാൻ പണി കിട്ടും. അതായത് നമ്മൾ നേരത്തെ എൻട്രി ചെയ്ത പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മൾക്ക് എൻട്രി ചെയ്തിട്ട് വന്നേ, ഒരു കാർ അവിടെ ID കാർഡ് ഷോ ചെയ്യാതെ വന്നു. ഓൺ ദ സ്പോട്ടിൽ ഒരു പിന്നെ വോക്സ്വാഗന്റെ പോലീസ് കാർ വന്നു. ഒറ്റൊരു പോലീസുകാരനുണ്ടായിരുന്നുള്ളൂ. തിരിക്കാൻ പറഞ്ഞു, 2 മണി പടവടയും തിരിച്ചു. അപ്പം തന്നെ പോയി. എന്നല്ലേ പേടി, എന്ത് പെട്ടെന്നല്ല കൊണ്ടുപോയേ. ഞങ്ങൾ അങ്ങനെ ഹൈ ആൾട്ടിറ്റ്യൂഡ് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ ടണലുകൾ നിർമ്മിക്കുന്നുണ്ടോ, ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ. ഇതുണ്ടോ ഈ കാണുന്ന ഹൈ ആൾട്ടിറ്റ്യൂഡ് റോഡുകൾ, അതായത് റിംഗ് റോഡുകൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്കുണ്ടല്ലോ മലകളിലൊക്കെ സ്നോഫോൾ കാണാം കേട്ടോ. നമ്മളിപ്പോൾ ഏതൊരു വലിയ മലയിലേക്ക് സ്നോഫോൾ അങ്ങനെ എന്തോ സംഭവം കാണാൻ വേണ്ടിയാണ് പോണേ. എല്ലാ ദിവസവും പാക്കേജ് ആട്ടോ, അതായത് ഓരോ ദിവസം ഡിസ്കഷൻ ചെയ്ത് ഓരോ സ്ഥലത്ത് പോകേണ്ടത് പ്ലാൻ ചെയ്യും. ട്രക്കുകളായിട്ട് ഇറങ്ങി വരുന്നത് എല്ലാം ചൈനീസ് കമ്പനികളുടെ ട്രക്കുകളാണ്. എല്ലാം ചൈനീസിലാണ് എഴുതി വെച്ചേക്കുന്നത്. ഈവൻ ഈ കാണുന്ന സൈഡിലെ ഇത് വരും കേട്ടോ, ഇതുവരെ എഴുതി വെച്ചേക്കുന്നത് ചൈനയിൽ. നോക്കിയേ, ഭയങ്കര ലോഡായിട്ടോ വരണേ. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ വണ്ടി നിർത്തി. ഭയങ്കര കാറ്റും ആൾട്ടിറ്റ്യൂഡ് ഇഷ്യൂ ഉണ്ട് കേട്ടോ, ഓക്സിജൻ ലെവൽ കുറവാണ്. കുന്തല പാസിലാണ് നമ്മളിപ്പോൾ എത്തിയാക്കുന്നത്. 5236 ചൈനീസ് ലെറ്ററിലാട്ടോ അവിടെ എഴുതിയാക്കുന്നത്. ഇതൊരു പാസ്സാണ് നമ്മുടെ ഇന്ത്യയിലെ പോലെ തന്നെ. ദേ ഇവിടെ ഒരു ബുദ്ധിസ്റ്റ് സ്തൂപയുണ്ട് കേട്ടോ. ഇതുണ്ട് ഈ കാണുന്ന ഇവിടെയൊക്കെ ഇഷ്ടം പോലെ മഞ്ഞുകൾ വീണ് കിടക്കും കേട്ടോ. അപ്പം മഞ്ഞുള്ള സമയത്ത് എന്തായിരിക്കും, എനിക്ക് തോന്നേ ഇവിടെ സീസൺ ആക്കിയത് ഇത് മഞ്ഞ് പെയ്യുമ്പം ക്ലോസ് ചെയ്യുമായിരിക്കും. അതായിരിക്കും സംഭവം. ഓവർ പ്രഷർ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, ചെറിയൊരു ആൾട്ടിറ്റ്യൂഡ് ഇഷ്യൂ ഉണ്ട്. നമ്മളിവിടെ വീണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാവരും നമ്മൾ നെഞ്ചത്ത് പോകും. യെസ്, അതുകൊണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഐസ് ഓവർ ഒച്ച സംസാരിക്കാൻ പറ്റില്ല, ആൾട്ടിറ്റ്യൂഡ് ഇഷ്യൂ ഉണ്ട് കേട്ടോ എനിക്ക്. ഇതെവിടെയൊക്കെ ചൈനീസ് ലെറ്ററിൽ എഴുതിയിട്ടുണ്ട്. ഈ കാണുന്ന വഴിയിൽ കൂടെയാണ് നമുക്ക് ഇറങ്ങി പോകേണ്ടത്. ഇതേപോലത്തെ സ്ഥലത്തിലൂടെയാണ് നമ്മൾ കയറി വന്നത്. ഇത് ഇവരൊരു ബുദ്ധിസ്റ്റ് ആചാരം പോലത്തെ ഒരു സെറ്റപ്പാട്ടോ ഈ ഒരു സംഭവം. ഇതുണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഈ റോഡ് ഇറങ്ങി പോകണം. ഇതേപോലെ തന്നെയാണ് നമ്മൾ കയറി വന്നത് കേട്ടോ. ഇവിടെ എല്ലാം ആൾക്കാർ വണ്ടി നിർത്തിയിട്ടുണ്ട്. ചൈനീസ് വണ്ടിയുണ്ട്, ഇന്ത്യൻ വണ്ടി. ഓക്കെ, യു ഫോർവേഡ്. എൻ്റെ പൊന്നെ, ചൈനീസ് വണ്ടി നോക്കിയേ, ഇലക്ട്രിക് ആട്ടോ, തീറ് വണ്ടി, കിട്ടിലം വണ്ടി കേട്ടോ. 3-4 വണ്ടിയുണ്ട് അതേപോലത്തെ. ഇതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് പോയിന്റ് കേട്ടോ. ഇതേ പോകുന്ന അടുത്ത് ഇലക്ട്രിക്കോ അല്ലെങ്കിൽ വേറെ എന്താണ്, അവരും ട്രിപ്പിലാട്ടോ. നല്ല കാറ്റാട്ടോ, നല്ല കാറ്റ്. ഒരു സമയം പുറത്ത് ചെലവഴിക്കുന്ന അത്ര ബുദ്ധിമുട്ട്. ക്യാമറ കേട്ടോ, ഞങ്ങൾ കയറും കേട്ടോ. ആൾട്ടിറ്റ്യൂഡ് ഇഷ്യൂ ഗൈസ്, ഓരോരുത്തർക്കൊക്കെ ആൾട്ടിറ്റ്യൂഡ് ഇഷ്യൂ നമ്മളൊക്കെ വന്നു തുടങ്ങി കേട്ടോ. നമ്മുടെ ടയറെല്ലാം ഓക്കെയാണ്, അതെപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യണം. എല്ലാവരും പിന്നെ ആൾട്ടിറ്റ്യൂഡ് ഇഷ്യൂ അടിക്കുന്നുണ്ട്. ഇതുണ്ടോ ഈ കാണുന്നതാണ് സ്തൂപ. ഇതൊക്കെ ഇഷ്ടംപോലെ സ്നോഫോൾ ഉണ്ട്. ഇതിലൊന്ന് കയറി പോവുകയാണെങ്കിൽ അപ്പുറത്തെ വശം കാണാമായിരുന്നു. ഫെൻസിങ് ആട്ടോ, ഫുൾ ഫെൻസിങ് ആണ്. നമ്മുടെയൊക്കെ അതിർത്തികൾ എങ്ങനെയാണോ അതേപോലെയാണ് ഇവിടെ കേട്ടോ. ഇവൻ കയറി, ഞാനും കയറും കേട്ടോ. ഗൈസ്, ഇവിടെ ഉണ്ടല്ലോ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇതേപോലത്തെ വിൻഡ് മെഷീൻ, പിന്നെ അതേപോലെ തന്നെ സോളാറ്, അതുപോലെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആട്ടോ. വണ്ടിയുടെ ഉള്ളിൽ ആൾട്ടിറ്റ്യൂഡ് പ്രശ്നമില്ല. ഞങ്ങൾ വണ്ടിയുടെ ഉള്ളിൽ കയറി. ശ്രദ്ധിക്കുക, നമ്മളിവിടെ വരാൻ നേരത്ത് ടിബറ്റ് ഫ്ലാഗ് വിഷയമില്ല, ജെറിക്കാൻ പ്രശ്നമല്ല.
അതൊക്കെ വെറുതെ പറഞ്ഞാണ്. ഞങ്ങളുടെ ചെറിക്കാൻ എല്ലാം കണ്ടാണ്. ഞങ്ങളുടെ വണ്ടി വലുതായിട്ട് ചെക്ക് ചെയ്തില്ല. ഞങ്ങൾ ഓവർ ഒച്ചയിൽ സംസാരിക്കുന്നില്ല കേട്ടോ. പിന്നെ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ എത്തുന്നത് പാട്ട് വെക്കാൻ പാടില്ല. പാട്ട് വെക്കാം ഒച്ച കുറച്ച്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഫ്രീഡം ആയിട്ട് പോകാം. ചലോ चलो चलो ചലോ ഓക്കെ. സ്തൂപ അതുപോലെ തന്നെ പ്രെയർ ഫ്ലാഗ് സംഭവങ്ങളൊക്കെ കാണാം. ഗൈസ് ഇവിടെ ഓക്സിജൻ ലെവൽ വളരെ കുറവെന്ന് വെച്ചാൽ വളരെ കുറവാണ്. ഇതാ അവിടെയാണ് നമ്മൾ എത്തിയത്. അപ്രോക്സിമേറ്റ് 200 മീറ്റർ 36 meter മീറ്റർ യെസ് അത്ര മീറ്റർ Tana Pass. ഇനിയിപ്പോ നമ്മൾ ടൗണിലേക്ക് ഇറങ്ങുവാണ്. അത്യാവശ്യം നല്ല ഇറക്കമുണ്ട്. അവിടെ നല്ല ആൾട്ടിറ്റ്യൂഡ് സിക്നസ് ഉണ്ടായിരുന്നു. കുറെ പേർക്ക് തലയും സംഭവങ്ങൾ ഇറങ്ങി. ഞങ്ങൾ പിന്നെ ക്ഷത്രിയന്മാരും നേരത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞങ്ങളെ അത് ബാധിച്ചില്ല അല്ലേ ലിവിനെ. ഞങ്ങൾ ബുദ്ധിപരമായിട്ട് വണ്ടി കയറിട്ടോ. ഓ നോക്കടാ ലിബി, എന്റെ അമ്മ ഡെപ്ത് നോക്കിയാ, ഡെപ്ത് ആൻഡ് സിങ് റാറാ പോലത്തെ വഴിയാട്ടോ. നമ്മുടെ വണ്ടിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മിസ്സിങ് തുടങ്ങി. അങ്ങനെയുള്ള സമയങ്ങളിൽ ഇറക്കമൊക്കെ ഉണ്ടല്ലോ, നമ്മള് ഗിയർ കൂട്ടി കൊടുത്താൽ മതി. സ്നോയുടെ ഭാഗങ്ങളൊക്കെ ഇവിടെ കാണാം കേട്ടോ. കാരണം ഇവിടെ ഹൈ ആൾട്ടിറ്റ്യൂഡ് സിക്നസ് വന്നുകൊണ്ട് ബാക്കി ആൾക്കാർക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, പെട്ടെന്ന് ഇറങ്ങി. മിസ്സിങ് ഉണ്ടോ, വണ്ടി തുള്ളുന്നുണ്ടോ? ഒരു രക്ഷയില്ല കേട്ടോ. റൈസ് കൊടുത്താൽ വണ്ടി തുള്ളു കേട്ടോ. ഇത് രാത്രിയിലേക്ക് ഇതുണ്ടോ വേറെ കാര്യമുണ്ട്. ഇത് രാത്രി തണുപ്പത്താണ് ഒട്ടും ആവൂല. ഇപ്പൊ വെയിലായതുകൊണ്ട് പിന്നെ ഓടുന്നുണ്ട്. എത്ര ഹൈ പാസുകൾ രാത്രി കേൾക്കുന്നുണ്ടോ? എത്ര ഹൈ ആൾട്ടിറ്റ്യൂഡില്. അന്ന് നമുക്കൊന്നും അറിയത്തില്ലായിരുന്നില്ല. നമ്മള് വന്ന് യാഥാർത്ഥ്യം ഇന്ന് പിന്നെ മനസ്സിലാവും നമുക്ക്. നമ്മുടെ നാട്ടില് വെസ്റ്റ് ബംഗാളിലുണ്ട് ഈ സംവിധാനം. അതായത് ഇവിടെ സ്ക്രാപ്പായ വണ്ടികൾ കൊണ്ട് പോലീസ് വെച്ചിട്ട് അതായത് മുൻകരുതൽ കൊടുക്കുന്ന കേട്ടോ. ഈ കാണുന്ന മുൻകരുതലാണ്. അതായത് വലിയ കർവാണ്, ശ്രദ്ധിച്ചു പോകണം. ഷാർപ്പ് കാർണർ ഉള്ളതുകൊണ്ട് ഒടിച്ചാൽ കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നുള്ള സെറ്റപ്പാണ്. അതായത് ഭാവിയില് എനിക്ക് ഉടനെ തന്നെ ഈ പാസ് കൂടി ഇനി വിടൂല കേട്ടോ. അല്ല ഇപ്പൊ ടണൽ പണിയാണ്. നമ്മുടെ അടൽ ടണലൊക്കെ ഇല്ലേ, സെയിം സംഭവം പണിതുകൊണ്ടിരിക്കുക കേട്ടോ. എന്നിട്ട് ഈ പാസ് ഒഴിവാക്കി ആൾക്കാർ കയറിപ്പോ സംഭവം. കിലോമീറ്ററും കയറ്റവും അതുപോലെ മഞ്ഞെന്നുള്ള പ്രശ്നം മുഴുവൻ കിട്ടൂലേ ഇവിടെ. ഇതുകൊണ്ട് വലിയ ടണലാട്ടോ, ശ്രദ്ധിക്കണം. അവരങ്ങോട്ട് നമ്മൾ ഇതിലാട്ടോ. നമുക്ക് ഇന്ത്യയിലെ പോലെ വഴി മാറിപ്പോയി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ഒരു ചൈനീസ് കൈ കാണിച്ചു കേട്ടോ. കൈ കാണിച്ചു ഞങ്ങളും. ഒരു വണ്ടി മിസ്സിങ് ആട്ടോ. അപ്പം വണ്ടി ഇവിടെ നിർത്തി. ഏതൊരു വണ്ടിക്ക് എന്തോ ആൾട്ടിറ്റ്യൂഡ് ഇഷ്യൂ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ 160 കിലോമീറ്റർ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഒരു കാര്യമുണ്ട്, നമുക്ക് നമ്മുടെ ഗൈഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ഇഷ്ടത്തിനൊന്നും പോകാൻ പറ്റില്ല. മൗണ്ടൻ ഈസ് ഫിനിഷ്. Still not finished. Have the 8,000 mountains. 8,000 meters. ഓക്കെ 5000 കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇനി 8000 കിടക്കുക. 8000 ഉണ്ട്. ദൈവമേ, ഞാനും പുറത്തില്ല കേട്ടോ. പുറത്തിറങ്ങിയപ്പോ തലയിറങ്ങി കീറിയതുള്ളൂ. തൈലാഭിഷേകം വരെ പോകുന്ന ഇത്രയും ഞാൻ കീറുകയായിരുന്നു. ഒരു 5 അടിച്ച ഫീലിംഗ് കിട്ടിയത്. നോക്കൂ, ഫൈനലി നമ്മൾ അങ്ങനെ അടുത്ത സ്ഥലത്തെത്തി. ആ സ്ഥലത്തിന്റെ പേരാണ് ബിക്കുച്ചോ എന്ന് പറഞ്ഞൊരു തടാകത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നല്ല കാറ്റാട്ടോ. അപ്രോക്സിമേറ്റ് സീ ലെവലിൽ ഹൈയിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഈ കാണുന്ന ബ്ലൂ കളറിൽ കാണുന്ന ഈ സംഭവമല്ലേ, ഇത് ഫുള്ള് തടാകം കേട്ടോ. പാങ്കോങ് ഒക്കെ പോലെയുള്ളതാണ്. ഇവിടം വരെയാണ് നമുക്ക് പിന്നെ എൻട്രി പറഞ്ഞേക്കണം. വേണമെങ്കിൽ നടന്നു പോവാം, പക്ഷേ ഗൈഡ് സമ്മതിക്കല്ല കേട്ടോ അതിനൊന്നും. ഇവിടെ എല്ലാം ഇതുണ്ടോ, ഇവിടെ വരെ നിരീക്ഷണ ക്യാമറകളാട്ടോ. ഇവിടെ എപ്പോഴും പോലീസിൻ്റെ അനൗൺസ്മെൻറ്റും സംഭവങ്ങളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇതുണ്ട്, ഇത് ഇവിടെ എഴുതിയാക്കുന്നുണ്ട് ചൈനീസ് ഇംഗ്ലീഷ് നാഷണൽ റിസർവ് ആട്ടോ. അത് തന്നെ നാഷണൽ പാർക്ക് ആട്ടോ ഈ കാണുന്ന സംഭവം. അത് തന്നെ സംഭവം. ഇതുണ്ടോ, ചൈനീസ് ഭാഷയിൽ സംസാരിക്കുന്നതൊക്കെ. സോളാറിലാട്ടോ വർക്ക് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതെ ഗൈസ് നോക്കൂ, ഈ കാണുന്ന ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ വന്നത്. നമ്മൾ പോകുന്നത് ഈ ഒരു ഭാഗത്തായിട്ടോ കേട്ടോ. ഇവിടെയൊക്കെ ചൈനീസ് ലെറ്ററിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇവർ പവർ സപ്ലൈ ഒക്കെ ഭയങ്കര സംവിധാനങ്ങളുണ്ടോ. ரொம்ப ഹൈറ്റിലാണ് സംഭവങ്ങളൊക്കെ. ഓരോ ഇവിടെ ഉണ്ട് ഏറ്റവും കൂടുതൽ ഇലക്ട്രിക്കൽ വണ്ടിയാണ് ഏറ്റവും കൂടുതൽ. ഈ ഒരു റോട്ടിൽ കൂടെയാണ് നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോകുന്നത്. ഇതൊരു ഫുഡ് ട്രക്ക്, ഒരു ചൈനീസ് ഫുഡ് ട്രക്ക് ആട്ടെ. ഗൈസ് നമുക്ക് ഫൈനലി ഇവിടെ നിർത്തി. എല്ലാവരും വണ്ടി നിർത്തി കേട്ടോ. ഗൈസ് ഇന്ന് ബീജിംഗ് ടൈം, അതായത് ചൈനീസ് ടൈം 3 മണി വരെയുള്ള യാത്ര. അതിന് ശേഷം ഹോട്ടലിലാണ് സ്റ്റേ. അങ്ങനെയാണ് ഇവിടുത്തെ ഓരോ പ്ലാനുകൾ.
നാളെ വേറൊരു രീതി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ടൈം അപ്രോക്സിമേറ്റ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ എത്രയായെന്നുള്ളത്. എത്രയായി കാണും ലിബി? ഇവിടെയൊക്കെ ഒരു ചൈനീസ് ബിഗ് ട്രക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഓഫ് കലക്കി എനിക്ക് ഓരോ വണ്ടി കണ്ടിട്ടേ എനിക്കിങ്ങനെ കൊണ്ടാകാൻ തോന്നുന്നു ഇവിടുന്ന് അല്ലേ? അല്ല അതെ അതെ അതെ. നമ്മൾ വണ്ടി ഓഫാക്കാത്തത് ഇത് ഹൈ ആൾട്ടിറ്റ്യൂഡ് നല്ല പിന്നെ ഇതുള്ള സ്ഥലം, അതായത് നല്ല ഫ്രീസിങ് ടെമ്പറേച്ചർ ഉള്ള സ്ഥലമാണ്. ഓഫാക്കി ഓണാകാൻ ഭയങ്കര പാടായിരിക്കും. ഒന്നാമത് നമ്മുടെ സൈലൻസർ നമ്മുടെ വണ്ടി ഇങ്ങനെ മിസ് ചെയ്താണ് എടുക്കുന്നത് ഇപ്പം തന്നെ. അതെന്നെ സംബന്ധിച്ച് ഇത് നമ്മൾ ഹൈ ആറ്റിറ്റ്യൂഡ് ഓടാൻ ഉണ്ടാക്കിയ വണ്ടി അല്ല ഇത്. അതെ, ഇത് പ്ലെയിൻ ലാൻഡിൽ കൂടെ ഓടാനുള്ള വണ്ടിയാണ്. അതിനാണ് നമ്മളിങ്ങനെ ഇട്ട് ഓടിക്കുന്നത്. അപ്പോൾ അതിനായ നമ്മൾ പരിപാടി നമുക്ക് അതിന് ചെയ്തു കൊടുക്കണം. ഗൈസ് നോക്കൂ, അങ്ങനെയാണ് സംഭവം കേട്ടോ. ഇവിടെ നിന്നുള്ള ഈ ഒരു ലേക്കിൻ്റെ വ്യൂ നോക്കിയേ. എനിക്ക് ഫുൾ ടൈമിൽ ഇതേപോലെ ആയിരിക്കും കേട്ടോ. ഗൈസ് ഇത് വായിച്ചിട്ട് കമന്റ് ചെയ്ത ഒരാൾക്ക് ഞാനൊരു ഉമ്മ നൽകുന്നതാണ് അല്ലേ? ഗൈസ് നോക്കി, ഇവിടെ ഒക്കെ തീർ ലുക്ക് കേട്ടോ. പിരമിഡ് പോലെ കേട്ടോ, പിരമിഡ് പോലെയാണ് ഈ കാണുന്ന ഈ ഒരു ഭാഗങ്ങൾ കേട്ടോ. ഫുള്ള് പിരമിഡ് പോലെ കേട്ടോ. എന്താണോ എന്താന്ന് ചോദിച്ചാൽ ഇത് മഴ പെയ്യുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഗൈസ് 2 ദിവസത്തേന് എല്ലാവരും ക്ഷമിക്കണം. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാറ്റുണ്ടാവും, വിൻഡുണ്ടാവും. നമ്മൾ അവിടെ അടുത്ത ടൗണിൽ ചെല്ലുമ്പോൾ മൈക്ക് മേടിക്കുന്നതാണ്. 10 മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ നമ്മളോട് വണ്ടി എടുക്കാൻ പറയും. അത് ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് സിക്നസ് ഉള്ളതുകൊണ്ടാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ 10:30, ഇവിടെ 1:30 കേട്ടോ. അങ്ങനെയാണ് സമയം. ഞാനെല്ലാം പൊത്തി കേട്ടോ പിടിക്കുന്നത്. ഇവിടുത്തെ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ വമ്പോ കേട്ടോ. യു ലൈക്ക് മൈ കാർ? യു ലൈക്ക്? ഐസ് നോക്ക്, പുള്ളി എൻ്റെ സസ്പെൻഷനൊക്കെ നോക്കി കേട്ടോ. താങ്ക് യു. യെസ്, ചൈനീസ് ഗൈ ആണ്. ഈ കാണുന്നതാണ് പുള്ളി വന്ന വണ്ടി. ജീപ്പ് റാംഗ്ലർ ഉള്ള സംഭവം കേട്ടോ. നമ്മൾ വണ്ടി എടുക്കും കേട്ടോ. ഗൈസ് അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇനി നമുക്ക് വലിയ മണിക്കൂർ 1.5 മണിക്കൂർ കൂടെ ഡ്രൈവ് ചെയ്യാനുള്ളൂ. നമ്മൾ ഫോളോ ചെയ്യുന്ന ബീച്ചിങ് ടൈം ഫോളോ ചെയ്താട്ടോ നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. ഇവിടെയൊക്കെ ഫുള്ള് സ്നോഫോൾ മൗണ്ടൻസ് ആട്ടോ. നേരത്തെ കണ്ട ആ ഒരു ലേക്കിന്റെ ഭാഗങ്ങളാട്ടോ. അതായത് എങ്ങനെ ഇരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കടലില്ല, നീലക്കടല്, അതിന്റെ സൈഡിലൂടെ നമ്മൾ സഞ്ചരിക്കുന്ന ഫീലിംഗ് ആണ്. നോക്കിയേ, എന്റെ അമ്മ ഭയങ്കര രസമല്ലേ കാണാൻ വേണ്ടി. അത് വെള്ളമുള്ള സമയത്ത് ഇവിടം വരെ കയറി വരുന്നുണ്ട്. 2017 ശേഷമാണ് ഇങ്ങോട്ട് ഇലക്ട്രിസിറ്റി ലൈൻ വരുന്നത്. അതിന് മുന്നേ ടിബറ്റ് മേഖലയിൽ സോളാർ ആയിരുന്നു പുള്ളി പറഞ്ഞത്. പുള്ളിക്ക് സാറിന് വിളിക്കുന്ന ഇഷ്ടമില്ല, താങ്ക്സി എന്നാണ് പുള്ളിയുടെ പേര്. അപ്പം താങ്ക്സി എന്ന് വിളിക്കാനാണ് പുള്ളി നമ്മളോട് പറയുന്നത്. വീട്ടിലൊന്നും ഒരു മനുഷ്യ കുഞ്ഞിലോട്ടോ. ഞാൻ 100-ലാണ് പോകുന്നത് ഈ കാണുന്ന വഴി കൂടെ. നോക്കി 100 കിലോമീറ്ററല്ലേ? കിട്ടില്ല റോഡ് എന്ന് വെച്ചാൽ കിട്ടില്ല റോഡാട്ടോ. വണ്ടിയൊന്നും ഇല്ലാതെ നമുക്ക് സെന്റർ ഓടിക്കാം. വണ്ടി വരുന്നിടത്ത് മാറി വന്നിട്ടോ. ക്യാമറ ഉണ്ട് കേട്ടോ, 20, 30, 13. ഒരു കാര്യം ചോദിച്ചാൽ മുന്നിൽ പോകുന്ന കാറ് എന്ത് പയ്യെ പോകുന്നതെന്ന് കാര്യം വെച്ചാൽ അവിടെ ക്യാമറയുണ്ട്. എപ്പോഴും ഫ്രണ്ടിൽ സിഗ്നൽ ഉണ്ടാവും, ഇവിടെ ക്യാമറ ഉണ്ട്. എത്ര നേരം എന്ന് പറയാം ഇങ്ങനെ സഞ്ചരിക്കുന്നത്, ഏതാണ്ട് കിലോമീറ്ററിലായിട്ടോ. ഇനി എനിക്കൊന്നൊരു 100-150 കിലോമീറ്റർ അടുത്തുണ്ട് ഇവർ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലേക്ക് കേട്ടോ. സർ, ടുഡേ ഈസ് അവർ പ്ലാൻ ഈസ് ഫിനിഷ്. ടുഡേ ഫിനിഷ്. ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇന്ന് ആ 2 സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ ഹൈറ്റുള്ള സ്ഥലവും പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ത്രികോണത്തിലുള്ള വെള്ളവും നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. ഇത് രണ്ടും കഴിഞ്ഞു. ഇനി നാളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവറസ്റ്റ് ക്യാമ്പിൽ പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് അവിടുന്ന് ബ്രീഫ് ചെയ്യും. ഗൈസ്, സത്യം പറഞ്ഞാൽ നമുക്ക് ഭാഗ്യമുണ്ട് കേട്ടോ. സാധാരണ ടിബറ്റിൽ അങ്ങനെ കിടത്താറില്ല. നമ്മുടെ വണ്ടി നമുക്ക് കിടക്കാൻ പറ്റും ആ ദിവസം തന്നെ. ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ഇത്ര നാളായിട്ടും യാത്രയിൽ പുറത്ത് കിടന്നിട്ടില്ല, വണ്ടിയെ മാത്രമേ കിടന്നിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇന്നും ഞങ്ങൾ പുറത്ത് കിടക്കത്തുള്ളൂ. -5 ആണ്. ബാക്കി എല്ലാവരും ഹോട്ടലിലാട്ടോ കിടക്കുന്നത്. കുറേ നേരം ഡ്രൈവ് ചെയ്ത് നമുക്കൊരു ഗ്രാമം കിട്ടി കേട്ടോ. എത്ര നേരം ഡ്രൈവ് ചെയ്തിട്ടാണെന്നറിയോ? അതായത് എനിക്ക് തോന്നുന്നു ഏകദേശം 1 മണിക്കൂറോളം നമ്മൾ ഡ്രൈവ് ചെയ്തു. ഫുള്ള് നമ്മൾ കണ്ടൊരു ബുദ്ധിസ്റ്റ് സെറ്റപ്പ് വീടുകളാട്ടോ. ഫുള്ള് ക്യാമറ. എവിടെ ക്യാമറ ഇല്ലാത്ത എന്ന് മാത്രം നോക്കിയാൽ കേട്ടോ. ക്യാമറ ഉള്ള സ്ഥലമേ ഉള്ളൂ. ഈ ഫൈനലി വണ്ടി നിർത്തി. ഞാൻ മൂത്രം ഒഴിക്കാനാന്ന് പറഞ്ഞാട്ടോ ഇറങ്ങിയ, അല്ലാതെ അവൻ നിർത്താൻ സമ്മതിക്കൂല. ഈ കാണുന്ന ഇവിടെ കിടിലൻ മലകൾ, അത് പ്രത്യേക രസം, പ്രത്യേക ഫീലിങ്, പല കളറ്. അയ്യോ കൈസ്, ഇവിടെ ഒരു ഫോഗ് പിടിച്ച കാലാവസ്ഥ കേട്ടോ. മൂത്രം ഒഴിക്കണമെന്നൊക്കെ പറഞ്ഞാലേ നിൽക്കുള്ളൂ. ഒരു പ്രത്യേകം കാട്ടുജീവി പോകുന്നു. അതാ കുഴിക്കകത്തോട്ട് ഇറങ്ങിപ്പോയി. ഇവര് നമ്മളോട് സ്നേഹത്തോടുകൂടി പെരുമാറുന്നുണ്ടെങ്കിലും ഒരു 24 മണിക്കൂറും നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ഈ കാണുന്ന സൈഡ് കണ്ടോ? ഈ കാണുന്ന സൈഡ് മൊത്തം മരുഭൂമി കേട്ടോ, മരുഭൂമി. എയറോൺ അടിച്ചു വെച്ച് സൈനിട്രിക്ക് പോയി നോക്കി കലക്കി. എല്ലാവർക്കും ഫോട്ടോ എടുക്കലാട്ടോ എൻ്റെ പരിപാടി. ഞാൻ വന്നപ്പോൾ ഇതിൻ്റെ അകത്ത് നിർത്തിയ വണ്ടി താന്നു പോയായിരുന്നു കേട്ടോ. ഇനി അപ്പം തന്നെ ഒടിച്ചു കയറ്റി. എന്തോ ദൈവാനുഗ്രഹം. ഇവർക്ക് ടൈമും പ്ലാനിങ് ഒക്കെ ഉണ്ടെന്നേ. ഇതേപോലെ 50 കിലോമീറ്റർ ഇനിയും നമ്മൾ ഈ കാണുന്ന
അതിമനോഹരമായ ഈ ഒരു സ്ഥലത്തിലോട്ട് നമ്മൾ വണ്ടി ഓടിക്കട്ടെ, ഒരു വേറെ ഫീലിംഗ് ആട്ടോ. ഇന്നത്തെ രാവിലത്തെ നാസ്തയെല്ലാം നമുക്ക് വെറുതെ ഇട്ട് ഞങ്ങളും അവരുടെ കൂടെ പോയി വെറുതെ ഇരുന്നു. അവിടുന്ന് തന്ന് അവരൊന്ന് കോംപ്ലിമെന്ററി. എന്നിട്ട് അവരോട് പൈസ ചോദിച്ചു, അവർ വേണ്ടെന്ന് പറഞ്ഞു. ഓ ഗായ്സ്, എന്തോ സാധനം ഓടുന്നു. ഇതാണ് കഴുക്. ഇതെന്താ ഇത്? കാട്ടുകുരുത്തിലാണെന്നോ തോന്നുന്നത്. എന്റെ അമ്മോ, ദിസ് ഈസ് ഫോറസ്റ്റ്. ഇവനെ കഴുത. ഓ, അത് പോയി. ദിസ് ഈസ് നാഷണൽ പാർക്ക്. Yes. ഗായ്സ്, ഇതിന്റെ അകത്ത് കാട്ടുമൃഗങ്ങളുണ്ട് കേട്ടോ, മാന് അതുപോലുള്ള സംഭവങ്ങളൊക്കെ. Prongs there, right? Yeah. They say yesterday also not good. Tomorrow is good. Tomorrow hopefully is good. Guys, Let me check weather weather. forecast. ഗൈസ് നോക്കൂ, അതായത് സത്യം പറയാലോ ഇന്നത്തെ ഇവിടുത്തെ വെതർ അത്ര നല്ലല്ല കേട്ടോ. ഫോഗ് പിടിച്ച കാലാവസ്ഥയാണ്. എനിക്ക് തോന്നുന്നൊരു 10 കിലോമീറ്റർ ഉണ്ട് ഇപ്പൊ സ്ട്രേറ്റ് വഴി കേട്ടോ. ഇവിടെ പോകുന്ന വഴിക്ക് ചൈനീസ് മയിൽ കുറ്റിയാണ് കേട്ടോ, ഭയങ്കര ഡിഫറെന്റ് ആണ്. സിൽക്ക് റൂട്ട്. This road 318. 318. Yes. ഗൈസ്, ഇവിടെ റോഡിന് 318 എന്നാ പറയാ. അതായത് ഷാങ്കായ് ടു താത്തോപ്പാനി, അതായത് വ്യാപാരം നടക്കുന്ന ഒരു റോഡാണ്. 476. 5400 സംതിങ് കിലോമീറ്റർ. അത് വമ്പായി പോയല്ലോ. എത്ര 15 ദിവസം കഴിഞ്ഞാൽ ഓടി എത്തുവാനും 10 ദിവസം വേണം അല്ലേ? ഏതാണ്ട് 200 സംതിങ് കിലോമീറ്റർ വണ്ടി ഓടിച്ചു. എത്ര നേരം കഴിഞ്ഞാൽ നോക്കി ഒരു പെട്രോൾ പമ്പ് കിട്ടിയേ. This 200 kilometers Before this petrol pump? Yeah? So they have the one out there. They have a petrol station. പെട്രോൾ പമ്പ് കേട്ടോ. വേറെ പെട്രോൾ സ്റ്റേഷൻ ഉണ്ട്, നമ്മൾ അടിക്കണം ഇവനെ. ഇവിടെ ഉള്ളവർക്കൊന്നും BYD-യോട് വലിയ താല്പര്യമില്ല കേട്ടോ. ടങ് ആൻഡ് ഗുഞ്ചി ഇതാണ് ഇവിടുത്തെ ഏറ്റവും നല്ല വണ്ടി എന്നാണ് പുള്ളി പറഞ്ഞത്. ഉള്ളവർക്ക് BYD-യോടൊന്നും വലിയ താല്പര്യം. നോക്കി, ഭയങ്കര സ്ട്രെയിറ്റ് റോഡാട്ടോ. ഏതാണ്ട് എൻ്റെ ഒരു ഊഹ ശരിയാണ്, ഒരു 7-8 കിലോമീറ്റർ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് റോഡ് കൊടുക്കുക. 2 വരിയേ ഉള്ളൂ, ചെറിയൊരു വളവ്, പിന്നെ സ്ട്രെയിറ്റ്. ഈ കാണുന്ന വഴി നിന്നാണ് നമ്മൾ വന്നത്. അങ്ങനെ ഇവിടെ നിർത്തി. ലഞ്ച് ടൈമാണ്. ഇൻ ബീച്ചിങ് ടൈം 3 o'clock എത്തിയിട്ടോ. ഇതാണ് ഹോട്ടൽ. എന്തൊക്കെ കിട്ടുമെന്ന് എനിക്കറിയില്ല. ടിബറ്റൻ ആൻഡ് ചൈനീസ് ഫുഡ്. ടിബറ്റൻ ചൈനീസ് ഫുഡ്. ആൾ വലിയ കുഴപ്പമില്ല കേട്ടോ, ഊബിക്കൽ പ്രസ്ഥാനം അല്ല. കാരണം ഇവിടെ ലോക്കൽസിന് കിട്ടുന്ന അതേ പൈസക്ക് നമുക്ക് തരുന്നേ. ഞങ്ങൾ 2 റൈസ് ആൻഡ് ചിക്കൻ പറഞ്ഞു. നമ്മുടെ നാട്ടിൽ ഫോൺ പേ ഗൂഗിൾ പേ പോലെയാണ് ഇവിടെ വീചാറ്റ് കേട്ടോ. എല്ലായിടത്തും വീചാറ്റാണ്. മറ്റേ ചൂടാക്കുന്ന സാധനം. ഇവനെ കുറെ പേരുടെ ട്രൗസർ കേട്ടോ. കീറിയല്ലേ നമ്മൾ ശത്രു ചെയ്യാൻ നിൽക്കണവനെ. കുറെ പേരുടെ ട്രൗസർ കേട്ടോ. ഹൈ ആൾട്ടിറ്റ്യൂഡ് ഇതുണ്ടോ ഇവിടെ എല്ലായിടത്തും ഇതേപോലെ ഇങ്ങനെ പൂജ സംഭവമൊക്കെ ഉണ്ടോ കേട്ടോ. നല്ല രസമാണ്. നമ്മുടെ ചെറുക്കൻ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ഫുഡ് ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്ത് കേട്ടോ. ഇതിൻ്റെ അകത്ത് എന്തോ ഇട്ടിട്ടുണ്ട്. ഇത് നല്ല സാധനം. ഇത് എന്താ ഇട്ടത്? ഇതിൻ്റെ അകത്ത് എന്തോ ഉണ്ട് കേട്ടോ. ഇത് ടിബറ്റ് ഫുഡാണ് കേട്ടോ പറഞ്ഞത്. ചിക്കൻ വിത്ത് റൈസ്. സാമ്പാറും അല്ല തൈര് കിട്ടുമെന്ന് ചോദിച്ചു. അപ്പൊ കിട്ടും, അടി കിട്ടും, അടി. ചിക്കൻ വിത്ത് ഇതാട്ടോ. പന്നിയാണോ പോത്താണോ? കാണാൻ കൊള്ളാട്ടോ. ടേസ്റ്റി, സ്പൈസി ആൻഡ് ടേസ്റ്റി. മോർ സ്പൈസി. സെയിം ലൈക്ക്. നല്ല സ്പൈസിയാ. ഞാൻ ചിരിച്ചോണ്ട് പറയട്ടെ, നല്ല സാധനം. അടിപൊളി സാധനം കേട്ടോ, നല്ല സ്പൈസി. അടിപൊളി. ഇത് തന്നെയാണല്ലോ ഇത് ചിക്കൻ ഫ്രൈഡ് റൈസ്. നമ്മൾ ചില്ലി ചിക്കൻ അല്ലേ പറഞ്ഞത്? അതാണ് ചില്ലി ചിക്കൻ കേട്ടോ. കൈ സാധനം വേറൊരു മൂടാട്ടോ. നല്ല എന്ന സൈസ് ചിക്കൻ. ഇത് എനിക്ക് ദേശീയ മുറുകിയാന്ന് തോന്നുന്നു കേട്ടോ. അതോ നാടനോ? ദേശീയ ഗ്രേവി കിട്ടൂല കേട്ടോ. സെമി ഗ്രേവി കിട്ടൂല. ഞങ്ങളിവിടെ വന്നിട്ട് പറഞ്ഞ് ചില്ലി ചിക്കൻ ഉണ്ടാക്കിയിട്ട് ഇവരെ ചില്ലി ചിക്കൻ വേറെ കേട്ടോ. നമുക്ക് ഗ്രേവി വരാം. ഗ്രേവി അതിൻ്റെ കൂടുതൽ വരട്ടുണ്ട്, അത്രേ ഉള്ളൂ. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതായിരിക്കും ചിലപ്പോൾ ഒറിജിനൽ ചില്ലി ചിക്കൻ. നല്ല രസമുണ്ട്, നല്ല ക്രിസ്പി, നല്ല സ്പൈസി. ആ ചോറും കൂടെ കഴിഞ്ഞാൽ അടിപൊളി കേട്ടോ. എല്ലാവരും കൊതം പൊളിയുന്നു. ഞാൻ എല്ലാവരുടെ അടുത്തും ചെന്ന് ഇതാ ഓർഡർ ചെയ്തേ. ഇത് ഡ്രൈ ആയിരുന്നു. ഞങ്ങൾ ചെന്നിത് ഇച്ചിരി ഗ്രേവി ആക്കി. ആ കാണുന്ന ഭാഗത്താണ് നമ്മൾ ഭക്ഷണം കഴിച്ചേട്ടോ. അവിടെ നിന്ന് നേരെ ഹോട്ടലിലേക്ക് വന്നു. ഇവിടെയാണ് ഇവരെല്ലാം കിടക്കുന്നത്. ഞങ്ങൾ കിടക്കുന്നത് ഇതിൻ്റെ ഈ പാർക്കിങ്ങിലാട്ടോ. ഗൈസ്, ഞാൻ വാക്സിനേഷൻ എടുക്കാൻ വേണ്ടി വിഷയം ഉണ്ടായിരിക്കും കേട്ടോ. ഇവിടെ എവിടെയും ആനിമൽ പ്രൊട്ടക്ഷനുള്ള സാധനം കിട്ടൂല. നമ്മുടെ നാട് പോലെ അല്ല കേട്ടോ. ഇവിടെ ഒന്നും ഹോസ്പിറ്റലൊന്നും ഇല്ല വലിയ. ആകെ ഉള്ളത് ഇതേപോലത്തെ സംഭവമാണ്. വേറെ സാധനം ഇവർക്കൊക്കെ എമർജൻസി ആയിട്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇവർ എന്ത് ചെയ്യും എനിക്കറിയില്ല കേട്ടോ. ഇവിടെ ഒന്നും വലിയ വലിയ ഹോസ്പിറ്റൽ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ്, ഫൈനലി നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യേണ്ട സ്ഥലത്തു നിന്ന് 60 കിലോമീറ്റർ നമ്മൾ ദൂരേക്ക് സഞ്ചരിക്കുകയാണ് എനിക്ക് വാക്സിൻ എടുക്കാൻ വേണ്ടി.
60 120 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ. ഗൈസ് ഞാനിപ്പോൾ ഉള്ളത് ഹോസ്പിറ്റലിലാട്ടോ. തിരക്കൊന്നുമില്ല കേട്ടോ, പ്രത്യേക ഒരു സെറ്റപ്പാണ്. അതെ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ആംബുലൻസ് കിടക്കുന്നത്, പമ്പൻ സംവിധാനം. ഈ സാധനമാണ് നമുക്ക് കിട്ടാൻ വന്നിട്ട്. ഇത് ചൈനീസ് മെഡിസിൻ ആട്ടോ, സെയിം സാധനം തന്നെ നമുക്ക് നേപ്പാളിൽ നിന്ന് കിട്ടിയ നമ്മൾ ഇന്ത്യൻ സാധനം പോലെ തന്നെ കേട്ടോ. ഐസ് കിറ്റ് കേട്ടോ, അതായത് പട്ടി പൂച്ചയൊക്കെ കടിച്ചാലുള്ള സാധനമാണ്, പക്ഷേ അറിഞ്ഞില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെയിൻ സംഭവം. നമ്മുടെ അവിടെയൊക്കെയാണ് കിട്ടിയതാണ്. അറിഞ്ഞില്ല കേട്ടോ. അവർക്കാണ് ഒരു ഇന്ത്യക്കാരിൽ ഇഞ്ചക്ഷൻ വെക്കുന്നതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊരു സുന്ദരനും കൂടെ അല്ലേ. ശിവം കുറെ കുനിഞ്ഞ് കരഞ്ഞ് കാറി എന്തോരം പൈസ ഞങ്ങൾ കൂടുതൽ കൊടുത്തിട്ടാന്ന് ഇത് ചെയ്തത്. ഇത് കിട്ടണമായിരുന്നു. മെയിൻ ഫുൾ ഈ മനുഷ്യനെ ഹെൽപ്പ് ചെയ്തില്ലായിരുന്നു ഇതൊന്നും നടക്കില്ലായിരുന്നു. പുള്ളി ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് ഇതൊക്കെ നടന്നത്. കാരണം എത്ര സ്ഥലത്ത് വിളിച്ചു വെച്ചിട്ട് ഇത് തന്നേന്നറിയാം. ഈ പാസ്പോർട്ട് സബ്മിഷൻ ആൻഡ് എനിത്തിങ് ഗൈഡ്. ഓ ഗൈസ് ഹീസ് സോ മെനി ഹെൽപ്പിംഗ്. ഇല്ലെങ്കിൽ ആദ്യം മുതൽ അടിക്കേണ്ട വന്നേനെ കേട്ടോ. ഓക്കെ